നമസ്തേ. 2025 നവംബർ 17 മുതൽ ഡിസംബർ 15 വരെയുള്ള ഫലമാണ് പറയുന്നത്. വൃശ്ചിക മാസത്തെ നക്ഷത്രഫലങ്ങൾ. ഈ വൃശ്ചിക മാസം 1-ാം തീയതി ആദിത്യൻ വൃശ്ചികം രാശിയിലും ചൊവ്വയും ബുധനും കൂടെ വൃശ്ചികം രാശിയിലാണ് നിൽക്കുന്നത്. രാഹു നിൽക്കുന്നത് കുംഭം രാശിയിൽ, ശനി മീനം രാശിയിൽ, വ്യാഴം കർക്കിടകം രാശിയിൽ, കേതു ചിങ്ങൻ രാശിയിൽ, ശുക്രൻ തുലാം രാശിയിൽ. കൂടാതെ 4 ഗ്രഹങ്ങൾക്ക് മാറ്റമുണ്ട്. ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ എന്നീ ഗ്രഹങ്ങൾക്ക് മാറ്റമുണ്ട്. ബുധനാണെങ്കിൽ 2 പ്രാവശ്യം ഈ വൃശ്ചിക മാസത്തിൽ മാറുന്നുണ്ട്. അപ്പോൾ ഈ മാറ്റങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഈ വൃശ്ചിക മാസത്തെ നക്ഷത്രഫലങ്ങളെ പറയുന്നത്. വൃശ്ചിക മാസം നമ്മൾ മേടക്കൂറുകാരുടെ ഫലമാണ് ആദ്യം പറയുന്നത്. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം, അതാണ് മേടക്കൂറ്. മേടക്കൂറുകാരുടെ ഫലമാണ് നമ്മൾ പറയുന്നത്. തൊഴിൽ മേഖല, മേടക്കൂറുകാർക്ക് തൊഴിൽ മേഖലയെക്കുറിച്ച് നമുക്ക് നോക്കാം. വൃശ്ചികത്തിലെ സൂര്യൻ, ചൊവ്വ, ബുധൻ ഗ്രഹങ്ങളുടെ യോഗം അത് ഈ മേടക്കൂറുകാരുടെ തൊഴിൽ പ്രവർത്തനങ്ങളിൽ ഒരു ഉത്സാഹവും മത്സരബോധവുമൊക്കെ ഉണ്ടാക്കും. എന്നാൽ നവംബർ അവസാനം മുതൽ ശുക്രൻ വൃശ്ചികത്തിലേക്ക് മാറുമ്പോൾ, നവംബർ 26-നാണ് ശുക്രന് മാറ്റം വരുന്നത്. ആ മാറ്റം രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ മൂലമുള്ള ചില പ്രശ്നങ്ങൾ, സഹപ്രവർത്തകരുമായിട്ടുള്ള തർക്കങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചില പ്രശ്നങ്ങൾ തൊഴിൽ മേഖലയിൽ ഉണ്ടാകും. അതേപോലെ ഡിസംബർ 5-ന് ശേഷം വ്യാഴം മിഥുനത്തിലേക്ക് മാറുന്നുണ്ട്. ഇപ്പോൾ കർക്കിടകത്തിലാണല്ലോ, അത് മിഥുനത്തിലേക്ക് മാറും. അങ്ങനെ ഡിസംബർ 5-ന് ശേഷം മിഥുനത്തിലേക്ക് മാറുമ്പോൾ ചെറിയ പുതിയ ചിന്താഗതികളൊക്കെ ഉണ്ടാവും തൊഴിൽ മേഖല മേന്മയാക്കുന്നതിന് വേണ്ടി. അതേപോലെ കമ്മ്യൂണിക്കേഷൻ സെൻറ്റേഡ് പ്രൊജക്റ്റുകൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അതേപോലെ ഓൺലൈൻ അവസരങ്ങളൊക്കെ തൊഴിൽ മേഖലയിൽ വളർന്നു വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതേപോലെ ചൊവ്വ ഡിസംബർ 7-ന് ധനുരാശിയിലേക്ക് പ്രവേശിക്കും. അങ്ങനെ ധനുരാശിയിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി വിദേശ ബന്ധങ്ങൾ തൊഴിൽ മേഖലയിലൊക്കെ വളർന്നു വരാം. പുതിയ കാരിയർ ട്രാവൽ മൂലം പല ഗുണങ്ങളും ഉണ്ടായി വരാനുള്ള സാധ്യതയുണ്ട്. പൊതുവേ പറയുകയാണെങ്കിൽ തൊഴിൽ സ്ഥലത്ത് ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഈ വൃശ്ചിക മാസത്തിൽ ഒഴിവാക്കാനായിട്ടുള്ള ബോധപൂർവമായ ശ്രമം ഉണ്ടാകുക. പുതിയ സാങ്കേതിക നൈപുണ്യങ്ങൾ നേടാനായിട്ടും ഈ മേടക്കൂറുകാർ ഈ വൃശ്ചിക മാസത്തിൽ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ധനകാര്യ കാര്യങ്ങളാണ്, സാമ്പത്തിക കാര്യങ്ങൾ. ശുക്രൻ വൃശ്ചികത്തിലേക്ക് മാറുന്നതോടുകൂടി ആഡംബര ചെലവുകൾ കൂടും. ചിലർക്ക് വാഹനം, വീട് തുടങ്ങിയൊക്കെ വാങ്ങാനുള്ള ചില ചിന്തകളൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ട്. അതുപോലെ വ്യാഴത്തിൻ്റെ മിഥുനത്തിലേക്കുള്ള മാറ്റം അത് ഡിസംബർ 5-നാണ് ഉണ്ടാകുന്നത്. ആ മാറ്റം പുതിയ വരുമാന മാർഗങ്ങളൊക്കെ ഉണ്ടാകുന്നതിനായിട്ട് മേടക്കൂറുകാർക്ക് കഴിയും. അതുപോലെ ചൊവ്വ ധനുവിൽ പ്രവേശിക്കുമ്പോൾ അധിക വിദേശ വരുമാനം അല്ലെങ്കിൽ ദൂര വ്യാപാരവുമായി ബന്ധപ്പെട്ട ചില ലാഭങ്ങളൊക്കെ ഉണ്ടാകാം. ശരിക്കും നമ്മൾ വളരെ കൃത്യമായി വിനിയോഗിച്ചാൽ രാഹു കുംഭത്തിലുള്ളതിനാൽ അപ്രതീക്ഷിതമായ ചില ഇൻവെസ്റ്റ്മെൻറ്റ് വാഗ്ദാനങ്ങളിൽ ചെന്ന് വീഴാതിരിക്കാൻ ശ്രദ്ധിക്കണം. ചില നേട്ടത്തിന് വേണ്ടി പെട്ടെന്നുണ്ടാകുന്ന നേട്ടം എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലുമൊക്കെ സമീപിച്ചാൽ അതിൽ കുടുങ്ങാതിരിക്കാനുള്ള ഒരു ഇത് രാഹുവിൻ്റെ കുംഭത്തിലെ സ്ഥിതി നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ്. അത് നമ്മൾ ശ്രദ്ധിച്ചോളണം. ആരോഗ്യകാര്യങ്ങൾ മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ ചൊവ്വയും സൂര്യനും വൃശ്ചികം രാശിയിലാണ്. ശരിക്കും ഉഷ്ണസംബന്ധമായ അസുഖങ്ങൾ, രക്തസമ്മർദ്ദങ്ങൾ, ശിരോവേദന, തലവേദന പോലുള്ള പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ ശനി മീനത്തിലാണുള്ളത്. തളർച്ച, അതേപോലെ ഉറക്കക്കുറവ് തുടങ്ങിയവയൊക്കെ ശനി സൂചിപ്പിക്കും. ശരീരത്തിന് ഒരു അലസതയും ക്ഷീണവും ഒക്കെ മേടക്കൂറുകാർക്ക് വരും. അതേപോലെ വ്യാഴം മിഥുനത്തിലേക്ക് മാറുമ്പോൾ
ശ്വാസകോശ സംബന്ധമായ ചില പ്രശ്നങ്ങൾ, അലർജി രോഗങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ശരിക്കും തലവേദന പോലുള്ള അസുഖങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് മനസ്സും ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് മേടക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനു വേണ്ട വിശ്രമം, വ്യായാമം, ധ്യാനം ഇതൊക്കെ പരിശീലിക്കുന്നതും ആരോഗ്യകരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പ്രത്യേകം സഹായിക്കും. ഇനി നമുക്ക് ദാമ്പത്യ കാര്യങ്ങൾ, അത് പ്രണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കാം. ശുക്രൻ്റെ രാശിമാറ്റം വളരെ പ്രധാനപ്പെട്ടതാണ് ഈ കാര്യങ്ങളിൽ. തുലാം രാശിയിലേക്ക് ആണ് ശുക്രന് വരുന്നത്. വൃശ്ചികത്തിലേക്കാണ്. ഇപ്പോൾ നിലവിൽ തുലാം രാശിയിലാണല്ലോ ഈ നവംബർ 17 മുതൽ 26 വരെ. ആ കാര്യങ്ങളിൽ ബന്ധങ്ങൾ മനോഹരവും സൗഹൃദവുമാകാനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷേ 26-ന് ശേഷം ചില ഭാവനാ സങ്കല്പങ്ങളിലൊക്കെ മുഴുകിയിട്ട് തീവ്രതയൊക്കെ കൂടി ചില തർക്കങ്ങൾ, സ്നേഹം അധികമായതുകൊണ്ടൊക്കെ ഉണ്ടാകുന്ന തർക്കങ്ങൾ എന്നൊക്കെ പറയാം, അങ്ങനെയുള്ള തർക്കങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കും. അതുപോലെ ബുധൻ്റെ പുനരാഗമനം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ബുധൻ പഴയ കാര്യങ്ങൾ, മുമ്പൊക്കെ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ എടുത്തു വെച്ച് ചില പ്രശ്നങ്ങളായിട്ട് വരാം. അപ്പോൾ കുറഞ്ഞ വാക്കുകൾ ഉപയോഗിക്കാനൊക്കെ ശ്രദ്ധിക്കുക. അതേപോലെ പറയുന്ന കാര്യങ്ങളിലൊക്കെ വളരെ സ്പഷ്ടതയോടുകൂടി കാര്യങ്ങൾ പറയാനായിട്ട് ശ്രദ്ധിക്കുക. അഹങ്കാരമൊക്കെ ഒന്ന് ഒഴിവാക്കാനായിട്ടും പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക. അതുപോലെ സ്നേഹിതർക്ക് വേണ്ടി സമയം നീക്കി വയ്ക്കാനുമൊക്കെ ശ്രദ്ധിച്ചാൽ പൊതുവേ ദാമ്പത്യ കാര്യങ്ങളും പ്രണയവും ഒക്കെ അനുകൂലമായിട്ട് വരാനുള്ളൊരു സാധ്യത മേടക്കൂറുകാർക്കുണ്ട്. പക്ഷേ വാക്കുകളിലെ സ്പഷ്ടതയും നിയന്ത്രണവും വളരെ അത്യാവശ്യമാണെന്ന് കൂടെ മേടക്കൂറുകാർ ഓർക്കണം. ഇനി വിദ്യാഭ്യാസ കാര്യങ്ങൾ മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ബുധൻ്റെ നിൽപ്പ് ശരിക്കും ബാധിക്കും. ബുധൻ വൃശ്ചികത്തിലെ ബുധനാണ്. ചില ഗവേഷണ കാര്യങ്ങൾക്കും പുതിയ കാര്യങ്ങൾക്കുമൊക്കെ അനുകൂലമാണ്. എന്നാലും അത് അഷ്ടമത്തിൽ നിൽക്കുന്നതിൻ്റെ ഒരു ചെറിയ പ്രശ്നങ്ങളുണ്ടാവും. ഡിസംബർ 23 വരെ ഉള്ള കാര്യം വലിയ ഇത് കുഴപ്പമില്ല, ഒരുപാട് ഭംഗിയായിട്ട് പോകും. പക്ഷേ 23-ന് ശേഷം മനസ്സ് അസ്വസ്ഥമാകുകയും അത് വിദ്യാഭ്യാസത്തെ ബാധിക്കുകയും ചെയ്യും. മാനസികമായ ചില സംഘർഷാവസ്ഥകൾ വിദ്യാഭ്യാസത്തെ ബാധിക്കും എന്നർത്ഥം. അതേപോലെ വ്യാഴം മിഥുനത്തിലേക്ക് മാറുമ്പോൾ പഠന രീതിയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരും. പുതിയ വിജയ പ്രതീക്ഷകളും ഉണ്ടാകാം. പുതിയ പഠന രീതികൾ അവലംബിക്കാനൊക്കെ ഈ വ്യാഴത്തിൻ്റെ മാറ്റം അനുകൂലമാകും. അപ്പോൾ പഠനക്രമത്തിൽ ചെറിയ പ്രകോട്ടടിയൊക്കെയും വൃശ്ചികമാസത്തിൽ ഉണ്ടായാലും ധൈര്യം നഷ്ടപ്പെടാതെ ആ പഠനക്രമങ്ങൾ മാറ്റം വരുത്താതെ വളരെ കൃത്യമായി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ചെറിയ ചെറിയ ലക്ഷ്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക. വലിയ ലക്ഷ്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യേണ്ടതാണെങ്കിലും ആദ്യം പെട്ടെന്ന് റിസൾട്ട് വരുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാനും അതിലൂടെയുള്ള റിസൾട്ട് ബെനിഫിറ്റ് ഉണ്ടാകുമ്പോൾ മനസ്സ് ഒന്ന് സന്തോഷകരമാകുന്നതനുസരിച്ച് വലിയ കാര്യങ്ങൾ ചെയ്യാനുമായിട്ട് ശ്രമിക്കുക. ആദ്യം വലിയ കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമ്മുടെ സഹോദര സ്ഥാനീയരും ഒക്കെയാണ്, മക്കളും ഒക്കെ എങ്ങനെയാണ് എന്ന് നോക്കാം. വ്യാഴം മിഥുനത്തിലേക്ക് മാറുമ്പോൾ കുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ വിജയസാധ്യതയൊക്കെ വർദ്ധിക്കും. തൊഴിൽ മേഖലകളൊക്കെ മക്കൾക്ക് കൂടുതലായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അവരിൽ നിന്ന് അനുകൂലമായൊരു സ്ഥിതി ഉണ്ടാവാം. കുടുംബത്തിലൊരു അനുകൂല സ്ഥിതിയൊക്കെ മക്കളിൽ നിന്നുണ്ടാകും. ചൊവ്വ ധനുവിലേക്കാണ് മാറുന്ന ഒരവസ്ഥയുണ്ട്. ഡിസംബർ 7 ശേഷമാണ്. അപ്പോൾ സഹോദര സ്ഥാനീയരുമായി പുതിയ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ ചില യാത്രകളൊക്കെ നടത്താനുള്ള അവസരങ്ങളുണ്ടാവും. ശനി മീനത്തിലാണ്. അത് പൊതുവെ അനുകൂലമാണ്. മക്കൾക്ക് സഹോദര സ്ഥാനീയർക്കൊക്കെ അനുകൂലമായ ഒരു സ്ഥിതി മേടമാസത്തിൽ ഉണ്ടാകാൻ, മേടക്കൂറുകാർക്ക് ഈ വൃശ്ചിക മാസത്തിൽ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ മക്കളും ഒക്കെ സഹോദരങ്ങളൊക്കെ പൊതുവെ വലിയ ദോഷമൊന്നും ഉണ്ടാകില്ല. അതേപോലെ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. രാഹു കുംഭത്തിലാണ്. പുതിയ സർക്കിളുകൾ ഒക്കെ ഉണ്ടാകും. വിശേഷിച്ച് ഓൺലൈൻ ബന്ധങ്ങളൊക്കെ വളരാനുള്ളൊരു സാധ്യത സുഹൃത്തുക്കളുടെ ഇടയിൽ നമുക്ക് ഈ മേടക്കൂറുകാർക്ക് അനുഭവപ്പെടാവുന്നതാണ്. അതേപോലെ ശുക്രൻ്റെ വൃശ്ചികത്തിലേക്കുള്ളൊരു മാറ്റം ശുക്രനുണ്ടാകുന്നുണ്ട് നവംബർ 26-ന്. ആ മാറ്റം ചില പഴയ ബന്ധങ്ങളിൽ തീവ്രത ഉണ്ടാകാനും ഒക്കെ കാരണമാകും. അതേപോലെ
ചില അകൽച്ചകളും ഈ ഒരു മാറ്റം കൊണ്ട് തന്നെ വരാനും സാധ്യതയുണ്ട്. തീവ്രത ഉള്ളത് കൊണ്ട് തന്നെ ചില അകൽച്ചകളും ഇതുകൊണ്ട് ശുക്രൻ്റെ മാറ്റം കൊണ്ട് വരാം. വ്യാഴം മിഥുനത്തിലേക്കാണ് മാറുന്നത്. സുഹൃത്തുക്കളുടെ നേതൃത്വത്തിൽ നല്ല പുതിയ അവസരങ്ങൾ, അവരുടെ പലവിധ സഹായങ്ങൾ, അതിലൂടെ പല നേട്ടങ്ങളുമൊക്കെ ഉണ്ടാകാൻ കഴിയും. ശരിക്കും വാക്കുകൾ വളരെ ശ്രദ്ധിക്കാനും അത് വിശ്വാസം പാലിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. പുതിയ ബന്ധങ്ങളിൽ തിടുക്കമുണ്ടാക്കാതിരിക്കാൻ ഈ മേടക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം പെട്ടെന്ന് തിടുക്കമെടുത്ത് ബന്ധങ്ങൾ ഉണ്ടാകരുത്. സുഹൃത്തുക്കളെയൊക്കെ കുറച്ച് ആലോചിച്ചിട്ടൊക്കെയാണ് സുഹൃത്തുക്കളെ കൂടെ ചേർക്കാവൂ എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അത് ശ്രദ്ധിക്കാം. ഇനി ശത്രുദോഷ സാധ്യത പൊതുവെ മേടക്കൂറുകാർക്ക് ചൊവ്വ ഈ മാറ്റം വരുന്നുണ്ടല്ലോ, ധനുരാശിയിലേക്ക് മാറുന്നുണ്ട്. അതേപോലെ ഇപ്പോൾ ചൊവ്വ നിൽക്കുന്നതാണെങ്കിൽ വൃശ്ചികത്തിലാണ്. ഇത് ഈ ചൊവ്വയുടെയും സൂര്യൻ്റെയും ഒക്കെ സമീപനങ്ങൾ ഒരു സാഹസികത ഉണ്ടാക്കാനും അത് പ്രകാരം അഹങ്കാരം തോന്നിക്കാനും അത് മറ്റുള്ളവരിൽ ശത്രുത ഉണ്ടാക്കാനും കാരണമാകും. അതുകൊണ്ട് ശത്രുദോഷത്തിന് സാധ്യതയുള്ള ഒരു സമയം തന്നെയാണ്. കേതു ചിങ്ങത്തിലാണുള്ളത്. അപ്രതീക്ഷിതമായ പ്രതിസന്ധി ചില സ്ഥലങ്ങളിൽ ഉണ്ടാകും. അത് വാക്കാലുള്ള വൈര്യങ്ങൾ വർദ്ധിപ്പിക്കുവാനും പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങൾ രൂക്ഷമാക്കാനുമൊക്കെ ഈ കേതു ചിങ്ങത്തിലുള്ളത് കാരണമാകും. അതേപോലെ ശനി മീനൻ രാശിയിലാണ്. ഈ മീനൻ രാശിയിൽ ശനി നിൽക്കുന്നത് കൊണ്ട് ഒരു പരിധിവരെ ശത്രുദോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും അതിൽ നിന്നൊക്കെ ഒന്ന് കടന്നു വരുന്നതിനായിട്ടുള്ളൊരു സഹായവും മേടക്കൂറുകാർക്ക് കിട്ടും. പക്ഷേ അത് 12-ലാണ് എന്നുള്ളതുകൊണ്ട് ചിലപ്പോൾ കുറച്ച് അനാവശ്യ ചിലവുകൾ ഈ സുഹൃബന്ധങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകാനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാനായിട്ട് കഴിയില്ല. അതേപോലെ ഈ സോഷ്യൽ മീഡിയയിലൂടെയുള്ള തർക്കങ്ങൾ, പരസ്പരം വാദവയ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ ഒഴിവാക്കുന്നതും വളരെ നന്നായിരിക്കും. ഇനി മേടക്കൂറുകാർക്ക് ഈ മേടമാസത്തിൽ അല്ലെ ഈ വൃശ്ചിക മാസത്തിൽ മാതാപിതാക്കളുടെ അനുകൂലത എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. വ്യാഴം കർക്കിടകത്തിലുള്ള ആദ്യ ഭാഗം മാതാപിതാക്കളുടെ സഹായമൊക്കെ വളരെ നല്ല രീതിയിൽ ലഭിക്കാൻ സാധ്യതയുണ്ട് ഡിസംബർ 5 വരെയുള്ള കാലഘട്ടത്തിൽ. അതിനുശേഷം അത് മിഥുനത്തിലേക്ക് മാറുമ്പോൾ ചില തർക്കങ്ങൾ, ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാതാപിതാക്കളുമായിട്ടുണ്ടാകാം. എങ്കിലും സ്നേഹബന്ധങ്ങൾക്ക് കുറവൊന്നും വരുന്നതിനുള്ളൊരു സാധ്യത കാണുന്നില്ല. ശനി മീനത്തിലാണ്, അതിൻ്റെ പ്രഭാവം ഉണ്ടാകും. പക്ഷെ പ്രായമായ മാതാപിതാക്കൾക്കൊക്കെ ചിലപ്പോൾ ചില ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം മക്കളുടെ കൂടുതൽ കെയർ കിട്ടേണ്ടതായിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ മേടക്കൂറുകാർക്ക് അങ്ങനെ മാതാപിതാക്കളെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായ ഒരു ആവശ്യവും വരാൻ സാധ്യതയുണ്ട്. അതേപോലെ മാതാപിതാക്കൾക്ക് ഈ പഴയ കാര്യങ്ങളിലൊക്കെ പല കാര്യങ്ങളിലും ചില പിടിവാശിയൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. മേടക്കൂറുകാരുടെ മക്കൾക്ക് അങ്ങനെയുള്ള ചില പ്രതിസന്ധികളൊക്കെ മാതാപിതാക്കളിൽ നിന്ന് നേരിടാനുള്ളൊരു സാധ്യതയും ഈ സമയത്ത് ഉണ്ട് എന്നർത്ഥം. അപ്പോൾ പൊതുവേ നമുക്ക് നോക്കുകയാണെങ്കിൽ മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പ്രവർത്തന കാര്യങ്ങളിൽ വേഗതയും അതേപോലെ ഉത്സാഹവും ഒക്കെ ഉണ്ടാകും. പക്ഷെ സാമ്പത്തികമായി അല്പം ചെലവ് കൂടും. ബന്ധങ്ങളിൽ ഒരു വ്യക്തത ഉണ്ടായി വരും. ആരോഗ്യ കാര്യങ്ങൾ വലിയ കുഴപ്പമൊന്നുമില്ല, എങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയിട്ടുണ്ടാകും. പലപ്പോഴും പുതിയ വിജയപാതകൾ തുറന്നു കിട്ടാനായിട്ടും ഒക്കെ സഹായിക്കും. ഇത് മേടക്കൂറുകാരുടെ ഒരു പൊതുവായ ഫലമാണ്. അത് മനസ്സിലാക്കണം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കി മുന്നോട്ട് പോവുക. കൂടാതെ എല്ലാ ദിവസവും നക്ഷത്ര ഫലങ്ങൾ ഇടുന്നുണ്ട്. അത് ഇതിനേക്കാൾ സൂക്ഷ്മമായതായിരിക്കും. ഓരോ ദിവസത്തെയും ഗുണദോഷങ്ങൾ വളരെ വ്യക്തമായി അതിനകത്ത് പ്രതിപാദിക്കുന്നുണ്ട്. ഇത് ഒരു മാസത്തേതായതുകൊണ്ട് ഒരു ദിവസത്തെ കണക്ക് കൂട്ടുന്ന പോലെ അത്ര സൂക്ഷ്മമായിരിക്കില്ല ഇത്. എങ്കിലും ഇത് നമുക്ക് ഒരു പ്ലാൻ ചെയ്യാനൊക്കെ ആയിട്ട് പരമാവധി ഗുണകരമാകും. അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന നക്ഷത്രഫലം കൂടി കാണാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ. അമ്മേ. നമസ്തേ. നമ്മൾ ഇടവക്കൂറുകാരുടെ വൃശ്ചിക മാസത്തെ ഫലമാണ് നോക്കുന്നത്. വൃശ്ചിക മാസം എന്ന് പറഞ്ഞാൽ 2025 നവംബർ 17 മുതൽ ഡിസംബർ 15 വരെയുള്ള സമയം. നമുക്ക് ഈ വൃശ്ചിക മാസത്തെ ഗ്രഹനില നോക്കാം. ആദ്യം 1-ാം തീയതി
ആദ്യത്തിനും ചൊവ്വയും ബുധനും വൃശ്ചികം രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ സർപ്പം കുംഭം രാശിയിലും ശനി മീനം രാശിയിലും വ്യാഴം കർക്കിടകം രാശിയിലും കേതു ചിങ്ങൻ രാശിയിലും ശുക്രൻ തുലാം രാശിയിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. 4 ഗ്രഹങ്ങൾക്ക് ഈ മാസം ഗ്രഹങ്ങൾ മാറുന്നുണ്ട്. അത് ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ എന്നിവയാണ് ഗ്രഹമാറ്റമുള്ളത്. ബുധൻ 2 തവണ മാറുന്നുണ്ട്. ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഈ ഇവരുടെ വൃശ്ചിക മാസത്തെ ഫലങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് ഒരു പൊതുവായ ഫലമാണ് ഇത് പറയുന്നത്, ആരുടെയും വ്യക്തിപരമായ ഫലമല്ല. വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കാണുന്നതിൻ്റെ വാട്സപ്പ് നമ്പറാണ്, അതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യണം. ഇത് ഒരു പൊതുവായ ഫലമാണ്. ഇത് കേൾക്കുന്നതും ഇത് ശ്രദ്ധിച്ച് ഈ മാസത്തെ ഒരു അനുകൂലമാക്കി മാറ്റുന്നതിന് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും ഞാനിതിൽ നൽകുന്നുണ്ട്. കൂടാതെ എല്ലാ ദിവസത്തെയും ഫലങ്ങൾ ഇടുന്നുണ്ട്. അത് ഇതിനേക്കാൾ കുറേ കൂടെ സൂക്ഷ്മമായിട്ടുള്ളതാണ് ദിവസഫലം എന്ന് പറയുമ്പോൾ. ഇത് ഒരു മാസത്തെ ഫലങ്ങളാണ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് മറ്റത് 6 ദിവസത്തെ ഫലങ്ങളാണ്. അപ്പോൾ അതും കൂടെ കേൾക്കാനായിട്ട് എല്ലാ ദിവസവും ശ്രദ്ധിക്കുക. ആ സമയത്ത് സൂക്ഷ്മ ഫലം മനസ്സിലാക്കിയിട്ട് ഓരോ ദിവസവും ഉണ്ടാകുന്ന ഗുണദോഷങ്ങളെ മനസ്സിലാക്കിയിട്ട് കുറച്ചുകൂടെ കൂടുതൽ ശ്രദ്ധിക്കാനായിട്ട് നമുക്ക് കഴിയും. ഇത് പൊതുവേ നമ്മുടെ ഒരു മാസത്തെ കാര്യങ്ങളെ ഒന്ന് ചിട്ടപ്പെടുത്താനായിട്ട് ഇത് ഉപകരിക്കുകയും ചെയ്യും. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു മാസത്തെ പ്ലാൻ തയ്യാറാക്കുക എന്നുള്ളതാണ്. മറ്റത് ഓരോ ദിവസവും ഉണ്ടാകുന്ന പ്ലാൻ തയ്യാറാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ആ ദിവസ ഫലം കൂടെ കേൾക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. നമുക്കിനി ഫലങ്ങളിലേക്ക് വരാം. ഇടവക്കൂറുകാരുടെ തൊഴിൽ മേഖലയാണ് നമ്മൾ നോക്കുന്നത്. വൃശ്ചികത്തിൽ സൂര്യനും ചൊവ്വയും ബുധനും ചേർന്നുള്ള സ്ഥിതിയാണ്. അത് ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ മേഖലകളിൽ തൻ്റെ കർമ്മമണ്ഡലങ്ങളിൽ ചില സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കും. പാർട്ട്ണർഷിപ്പുമായിട്ട് ചില സംഘർഷങ്ങളുണ്ടാകും. അതുപോലെ മേലുദ്യോഗസ്ഥരുമായിട്ടുള്ള ആശയ വിനിമയത്തിലെ പ്രശ്നങ്ങൾ ചില പ്രയാസങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തൊഴിൽ മേഖലയിൽ ഇടവക്കൂറുകാർ ശ്രദ്ധിക്കണം. അതേപോലെ ചൊവ്വ ധനുവിലേക്ക് കടക്കും ഡിസംബർ 7-ന്. അങ്ങനെ ചൊവ്വ ധനുവിലേക്ക് കടന്നാൽ സഹപ്രവർത്തകരിൽ നിന്ന് ഒരു സഹകരണമൊക്കെ അതിന് ശേഷം കിട്ടും. ഡിസംബർ 7-ന് ശേഷം നമുക്ക് കിട്ടും. അതേപോലെ വിദേശ ബന്ധങ്ങളൊക്കെ നിലനിർത്താൻ കഴിയും. അതേപോലെ ചില ഡീലിംഗ് മേഖലകൾ, ഗവേഷണ മേഖലകളിലൊക്കെ ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇവർക്ക് കഴിയും. അതേപോലെ വ്യാഴം മിഥുനത്തിലേക്ക് ഡിസംബർ 5-ന് മാറും കർക്കിടകത്തിൽ നിന്ന്. അങ്ങനെ മാറുമ്പോൾ തൊഴിലിൽ പുതിയ ചില അവസരങ്ങൾ ഇടവക്കൂറുകാർക്ക് ലഭിക്കും. നമ്മുടെ സംസാര കഴിവുകൾ കൊണ്ട് മറ്റും ചില മേഖലകളിൽ വളർച്ച ഉണ്ടാക്കിയെടുക്കാനും കഴിയും. വാക്കുകൾ ഉപയോഗിക്കുന്നതിലൂടെയൊക്കെ തൻ്റെ മേഖലകൾ കൊണ്ടുവരാൻ കഴിയും. ശനി മീനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. തൊഴിൽ സ്ഥിരതയ്ക്കും ദീർഘകാല പരിപാടികൾ അല്ലെങ്കിൽ ദീർഘകാല പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനും ഈ ശനി സഹായിക്കും. ഈ ശനിയെ എല്ലാവരും ദോഷമായിട്ടൊന്നും കാണണ്ട, നല്ല സ്ഥാനത്ത് നന്നായിട്ട് തന്നെ അത് വരും. അപ്പോൾ അങ്ങനെ വരും. പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ രാഷ്ട്രീയ പാർട്ടികളുമായിട്ടുള്ള ഇടപാടുകൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഉപദേശങ്ങളൊക്കെ സ്വീകരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടുകൾ തൊഴിൽ മേഖലയിൽ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. 2, ഇവരുടെ ധന സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. വ്യാഴം കർക്കിടകത്തിൽ സ്ഥിതി ചെയ്യുന്ന സമയത്ത് ചിലവുകൾ അല്പം നിയന്ത്രണാതീതമാകാനുള്ള സാധ്യതയുണ്ട്. കുടുംബ ചിലവുകളൊക്കെ ഉയരാനും സാധ്യതയുണ്ട്. എന്നാൽ വ്യാഴം മിഥുനത്തിലേക്ക് ഡിസംബർ 5-ന് മാറുമല്ലോ. ആ മാറ്റം സാമ്പത്തിക നേട്ടത്തെ നൽകും. മുൻപത്തെ നഷ്ടങ്ങൾ വീണ്ടെടുക്കാനുള്ള ഒരു സാധ്യതയും തുറന്നു കാണിക്കും. അതുപോലെ ശുക്രൻ നവംബർ 26-ന് വൃശ്ചികത്തിലേക്ക് മാറും.
അത് പങ്കാളിയുമായിട്ടുള്ള അല്ലെങ്കിൽ പങ്കാളിയിൽ നിന്നുള്ള വരുമാന നേട്ടത്തെയൊക്കെ സൂചിപ്പിക്കുന്നതാണ്, അല്ലെങ്കിൽ അവരുടെ സഹകരണത്തോടെ ഉണ്ടാകുന്ന വരുമാന നേട്ടത്തെ സൂചിപ്പിക്കുന്നതാണ്. അതുപോലെ ബുധൻ്റെ വരവ്, രണ്ടാമതുള്ള മാറ്റം, ആ ബുധൻ്റെ മാറ്റവും ധനസംബന്ധമായ പ്രശ്നങ്ങളിൽ ചില ഉൾക്കാഴ്ചകൾ നൽകുകയും ചില തിരുത്തലുകൾക്ക് സാധ്യത ഉണ്ടാകുകയും ചെയ്യും. സാമ്പത്തിക മേഖലയിൽ, സാമ്പത്തിക ഇടപാടുകളിൽ, നിക്ഷേപങ്ങളിൽ ജാഗ്രത പുലർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്രതീക്ഷിതമായ ചിലവുകളെ മുൻകൂട്ടി മനസ്സിലാക്കി അതൊന്ന് കണക്കാക്കിയിരിക്കുന്നതും ഈ സമയത്ത് ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വൃശ്ചിക മാസത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് സാമ്പത്തിക കാര്യത്തിൽ. ഇനി ഈ മാസം അവർക്ക് ഇടവക്കൂറുകാർക്കുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വൃശ്ചിക മാസം എന്താണെന്ന് നോക്കാം. രവിയും ചൊവ്വയും ബുധനും വൃശ്ചികൻ രാശിയിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് പൊതുവെ ശരീരത്തിന് മൊത്തം ഒരു ഉഷ്ണാവസ്ഥ, ചൂട് അനുഭവപ്പെടും. ഉദര സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത. ഭക്ഷണമൊക്കെ ഒന്ന് നിയന്ത്രിക്കുന്നതൊക്കെ വളരെ നല്ലതായിരിക്കും. ഉദര സംബന്ധമായ പ്രശ്നങ്ങൾ, അജീർണം, ദഹനക്കുറവ് മൂലമുള്ള പ്രശ്നം, രക്തസമ്മർദ്ദം തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ സൂര്യൻ ഇതിൽ നിൽക്കുന്നുണ്ടാവും. അതുപോലെ ചൊവ്വ ധനുവിലേക്ക് മാറുന്നതോടെ ഈ സമ്മർദ്ദങ്ങളൊക്കെ, ബ്ലഡ് പ്രഷർ പോലുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു നിയന്ത്രണം ഉണ്ടാകും. അതുപോലെ വ്യാഴം മിഥുനം രാശിയിലേക്ക് ആണ് വരുന്നത്. അപ്പോൾ ഈ ശ്വാസകോശം, തൊണ്ട സംബന്ധമായ ചെറിയ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകും. വായു സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ വ്യാഴത്തിൻ്റെ മാറ്റം അത്ര മേന്മ എന്ന് പറയാൻ കഴിയില്ല. ശനി മീനത്തിലാണ്. അതുകൊണ്ട് ശരീരത്തിന് ക്ഷീണം അനുഭവപ്പെടുന്നൊരവസ്ഥ ഈ സമയത്ത് പൊതുവെ ഉണ്ടാകും. പൊതുവെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ വെള്ളം ധാരാളം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക, പൊതുവെ പറഞ്ഞാൽ. അതേപോലെ സമ്മർദ്ദമുള്ള വർക്കുകളൊക്കെ ചെയ്താൽ കുറച്ച് ശാന്തമായിരിക്കാനും ശ്രദ്ധിക്കുക. അതേപോലെ ഉറക്കം മാറി നിൽക്കുന്നത് ഉണ്ടാകാതിരിക്കാനായിട്ട് കൃത്യമായി ഉറങ്ങാനായിട്ടും ഈ മാസങ്ങൾ ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും. ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കാര്യങ്ങൾ ആരോഗ്യ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. ഉറക്കം വളരെ കറക്റ്റായിട്ട് ചെയ്യുക, വെള്ളം കൂടുതൽ കഴിക്കുക, കുറച്ച് ഓവർ വർക്ക് ചെയ്താൽ അതനുസരിച്ചുള്ള വിശ്രമവും ഇടവക്കൂറുകാർ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ദാമ്പത്യ കാര്യങ്ങളും പ്രണയവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ എങ്ങനെ ഉണ്ടാവും നമുക്ക് ഇടവക്കൂറുകാർക്ക് വൃശ്ചിക മാസം ഒന്ന് നോക്കാം. ഈ ശുക്രൻ നിൽക്കുന്നത് ഇപ്പോൾ തുലാം രാശിയിലാണ്. അതുകൊണ്ട് തന്നെ ആ ബന്ധങ്ങളൊക്കെ അനുകൂലമാണ്, സമാധാനപരമാണ്, പരസ്പരം മനസ്സിലാക്കുന്ന ഘട്ടമൊക്കെ ആയിരിക്കും. എന്നാൽ ശുക്രൻ 26-ന് വൃശ്ചികത്തിലേക്ക് മാറും. അങ്ങനെ 26-ന് വൃശ്ചികത്തിലേക്ക് മാറുമ്പോൾ കാര്യം ഇടവം രാശിയുടെ 7-ാം ഭാവമൊക്കെയാണ്. അതിനാൽ പ്രണയത്തിനൊക്കെ ചിലപ്പോൾ തീവ്രത കൂടും, പ്രണയകാര്യങ്ങളിൽ തീവ്രത കൂടും. വിവാഹ ചിന്തകൾ ഒക്കെ, വിവാഹാലോചനയൊക്കെ നടത്തുന്നവർക്ക് അതിന് അനുകൂലമായ സ്ഥിതി ഉണ്ടാവും. എന്നാൽ അവിടെ കുറച്ച് മറ്റ് ഗ്രഹങ്ങൾ കൂടെ നിൽക്കുന്ന ഒരു സ്ഥിതി ഉള്ളത് കൊണ്ട് വാക്കുകളൊന്ന് നിയന്ത്രിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ചെറിയ കലഹങ്ങളും ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകാം. അതുകൊണ്ട് ബുധൻ്റെ ഗതി പഴയ ബന്ധങ്ങളെ വീണ്ടും ഉണർത്താനുള്ളൊരു സാധ്യതയുണ്ട്. പ്രണയ കാര്യങ്ങളിലൊക്കെ അങ്ങനെയുള്ള ചില പഴയ കാര്യങ്ങളൊക്കെ ഈ മാറിപ്പോയതൊക്കെ ചിലപ്പോൾ ഒന്ന് ഉണർന്നു വരാനുള്ളൊരു സാധ്യതയും ഈ സമയത്തുണ്ട്. അതുകൊണ്ട് തന്നെ ജീവിത പങ്കാളിയുമായി കുറച്ച് കൂടുതൽ സമയം ചിലവഴിക്കാനായിട്ടും തൻ്റെ മനസ്സിൻ്റെ വിഷമങ്ങളോ അഭിപ്രായങ്ങളൊക്കെ തുറന്ന് പറയാനായിട്ടുമുള്ള ഒരു സമയം കണ്ടെത്തുന്നത് ഇവർക്ക് വളരെ നല്ലതായിരിക്കും ഈ സമയം. അതേപോലെ ജീവിത പങ്കാളിയോടൊക്കെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ തോന്നിയാൽ അത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാതെ വളരെ ശാന്തമായി അതൊന്ന് പറഞ്ഞ് തീർക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ അത് വീണ്ടും ദോഷകരമായി തീരാനുള്ളൊരു സാധ്യതയുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഇടവക്കൂറുകാർ തൻ്റെ കുടുംബ ജീവിതത്തിൽ പ്രണയ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കുക. ഇനി വിദ്യാഭ്യാസ കാര്യങ്ങൾ ഇടവക്കൂറുകാർക്ക് ബുധൻ വൃശ്ചികത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അത് വളരെ നല്ലതാണ്, നല്ല പഠനത്തിന് അനുയോജ്യമാണ്. ആത്മാർത്ഥമായ പഠന കാര്യങ്ങളിൽ മുഴുകാനുള്ളൊരു അവസരമൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ 5-ലേക്ക് വ്യാഴത്തിൻ്റെ മാറ്റം ഡിസംബർ 5-ാം തീയതി ഉണ്ട്, മിഥുനത്തിലേക്കുള്ള മാറ്റം. അത് പഠന വിഷയങ്ങളിൽ ചില പുതുമകളൊക്കെ നൽകും, ചില പുതിയ അവസരങ്ങളും നൽകും. ഭാഷാ പഠനം, ആശയവിനിമയം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചില പരിശീലനങ്ങൾ കിട്ടുവാനും അതിൽ മേന്മയുണ്ടാകാനും ഒക്കെ സാധ്യതയുണ്ട്. ബുധൻ
നവംബർ 23 മാറും. അങ്ങനെ എത്തുമ്പോൾ ഈ ബുധൻ്റെ മാറ്റം ഒരല്പം ശ്രദ്ധയില്ലായ്മ, അശ്രദ്ധ മുതലായ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പാഠങ്ങൾ വളരെ കൃത്യതയോടെ ശ്രദ്ധയോടെ ഒന്ന് നിരീക്ഷിക്കാൻ വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക്, അങ്ങനെയുള്ളവരെ രക്ഷിതാക്കൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ചില അലസതയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് വളരെ നമുക്ക് ഇങ്ങനെയുള്ള വിദ്യാർത്ഥികളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, അവർ ഭംഗിയായി പഠിക്കാൻ ശ്രമിക്കുക, കൂട്ടുകൂടിയൊക്കെ ഇരുന്ന് അധ്യാപകരുടെ ഉപദേശമൊക്കെ നന്നായിട്ട് സ്വീകരിക്കുക. ഇന്നത്തെ കാലത്ത് അധ്യാപകരോട് ഉപദേശം സ്വീകരിക്കാൻ പറയുന്നതിലൊന്നും വലിയ കാര്യമില്ല. കാരണം അത്രയ്ക്കൊക്കെ ഉള്ള ബഹുമാനമേ പലയിടത്തും അധ്യാപകർക്ക് കൊടുക്കുന്നുള്ളൂ. അതാണ് നമുക്ക് കിട്ടുന്ന ഒരു സംസ്കാരം. അധ്യാപകൻ്റെ പാദനമസ്കാരമൊക്കെ എന്തോ ഒരു വലിയ കൊടും പാതകം പോലെ നടക്കുന്ന കാലഘട്ടമാണ്. പക്ഷേ എങ്കിലും പഠിക്കണമെന്നുള്ളവർ ഗുരുവിൻ്റെ അനുഗ്രഹം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് മനസ്സിലാക്കുക, അവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക, നന്നായിട്ട് അത് പ്രയോജനപ്പെടുത്താനായിട്ടും ശ്രമിക്കുക. ഇതാണ് ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്. ഇനി ഇടവക്കൂറുകാരുടെ മക്കളും സഹോദര സ്ഥാനീയരൊക്കെ എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം. വ്യാഴം കർക്കിടകത്തിലേക്കാണ്. അത് ഇവരെ സംബന്ധിച്ചിടത്തോളം മക്കളുടെ പുരോഗതിയിലേക്കുള്ള ഒരു സൂചന നൽകുന്നതാണ്. മക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിദ്യാഭ്യാസവും ആരോഗ്യത്തിനുമൊക്കെ കുറച്ച് നേട്ടം ഒക്കെ ഉണ്ടാകും. ഡിസംബർ 5 വ്യാഴം മിഥുനത്തിലേക്ക് മാറും. അവരുടെ തൊഴിൽ രംഗങ്ങളിൽ പുതിയ അവസരങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. ടെക്നോളജി പഠനം അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അതേപോലെ സഹോദരർക്ക് വളരെ ഊഷ്മളമായൊരു ബന്ധം സഹോദര സ്ഥാനീയരൊക്കെ ആയിട്ടുണ്ടാകും. കൂട്ടുകുടുംബത്തിനൊക്കെ ഒരു ഉണർവ് ഉണ്ടാകും. എന്ന് വെച്ചാൽ കൂട്ടുകുടുംബം ഇന്നില്ല. അപ്പോൾ കൂട്ടുകുടുംബം എന്ന് പറഞ്ഞാൽ അവരുമായിട്ടുള്ള ബന്ധങ്ങളിൽ കുറച്ച് ഉണർവുണ്ടാകുവാനും എല്ലാവരുമായിട്ടൊക്കെ ഒന്നിച്ചിരുന്ന് കൂടുവാനുമുള്ള അവസരങ്ങളൊക്കെ ഇടവക്കൂറുകാർക്ക് കഴിയും. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെയുള്ള അവസരം കൂട്ടുകൂടിയിരിക്കാനുള്ള അവസരമൊക്കെ ജാതകപ്രകാരം ഈ ഗ്രഹപ്രകാരമൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അതൊക്കെ വിനിയോഗിക്കുക. അതിനൊക്കെ ഉള്ള സമയവും അവസരവും ഒക്കെ ഉണ്ടാക്കിയെടുക്കാനും കൂടെ ബോധപൂർവമായ ശ്രമം നടത്തുന്നത് കുറച്ച് വളരെ നല്ലതായിരിക്കും. ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുക എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. അത് ചെയ്യുക. ഇനി സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ഈ വൃശ്ചിക മാസത്തിൽ ഇടവക്കൂറുകാർക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. രാഹു കുംഭത്തിലാണ്. പുതിയ ബന്ധങ്ങളൊക്കെ വളരാനുള്ളൊരു സാധ്യതയുണ്ട്. പുതിയ സുഹൃബന്ധങ്ങൾ ഉണ്ടാകും. പഴയ സുഹൃത്തുക്കളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളോ തെറ്റിദ്ധാരണകളോ ഒക്കെ മൂലം സംഘർഷാവസ്ഥയും ഈ സമയത്തുണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ശുക്രൻ വൃശ്ചികത്തിലുള്ള കാലം നവംബർ 26 ശേഷം അത്ര അനുകൂലമല്ല സൗഹൃദ കാര്യങ്ങളിൽ. വ്യാഴം മിഥുനത്തിലേക്ക് ഡിസംബർ 5 മാറുകയാണ്. സുഹൃത്തുക്കളോടുള്ള ലാഭവും നല്ല ബന്ധങ്ങളുമൊക്കെ കെട്ടിപ്പടുക്കാനായിട്ട് ഡിസംബർ 5 ശേഷം അവസരം കിട്ടും. അതൊക്കെ ഉപയോഗിക്കണം. അപ്പോൾ പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കാനായിട്ട് കഴിയും. പരമാവധി ശ്രദ്ധിക്കേണ്ടത് വാക്ക് തർക്കങ്ങൾ അനാവശ്യമായി ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. പരസ്പര ബഹുമാനം കൊടുക്കുവാനും സുഹൃബന്ധങ്ങൾ കൂടെ ശ്രദ്ധ വേണം. അത് പൊതുവെ വേണ്ടതാണ്. ഇങ്ങനെ സമയദോഷമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മളത് ചെയ്യേണ്ടതാണ്. ഇനി ഇവർക്ക് ശത്രു ദോഷങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയെക്കുറിച്ച് എങ്ങനെയാണെന്ന് നോക്കാം. സൂര്യനും ചൊവ്വയും വൃശ്ചികത്തിൽ നിൽക്കുകയാണ്. അത് ശ്രദ്ധിക്കണം. ചില നിയമപരമായ വിഷയങ്ങളൊക്കെ ശത്രുത മനോഭാവത്തോടെയുള്ള മറ്റുള്ളവരുടെ പെരുമാറ്റം മൂലം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതേപോലെ കേസ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അത് കുറച്ച് വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതാണ്. കാരണം അത് അത്ര അനുകൂലമാകാതിരിക്കാനുള്ളൊരു സാധ്യതയും നമുക്ക് കാണാം. അതുപോലെ ചൊവ്വയുടെ ധനുരാശിയിലേക്കുള്ള മാറ്റം അത് ശത്രുവിൻ്റെ മേൽ വിജയം കൊടുക്കുന്ന ഒരു സാഹചര്യം ചിലപ്പോൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതും ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ശത്രുദോഷം ഉണ്ടാകാനുള്ളൊരു സാധ്യത ഉള്ള സമയമാണ് ഇവർക്ക് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ജാതകമൊക്കെ ഒന്ന് പരിശോധിച്ച് ജാതകം കൂടെ അനുകൂലമാണോ എന്ന് നോക്കുന്നത് ഈ സമയത്ത് വളരെ നല്ലതായിരിക്കും. ഇനി മാതാപിതാക്കൾ എങ്ങനെയായിരിക്കും നോക്കാം. അവരുടെ പ്രതികൂലാനുകൂല സ്ഥിതി നോക്കാം. വ്യാഴം കർക്കിടകത്തിലേക്ക് ഉള്ളത് ആ സമയം, കർക്കിടകത്തിൽ സഞ്ചരിക്കുന്ന സമയം ഡിസംബർ 5 വരെയുള്ള കാലഘട്ടം. കുടുംബ സൗഖ്യവും മാതാപിതാക്കളുമായിട്ട് അവരുടെ നല്ല സഹകരണവും ഒക്കെ ലഭിക്കും. എന്നാൽ ആ മിഥുനത്തിലേക്കുള്ള മാറ്റം ഡിസംബർ 5 ശേഷം ചില വ്യത്യാസങ്ങൾ മാതാപിതാക്കളുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസമോ കലഹമോ ഒക്കെ ഉണ്ടാകാം.
എന്നാൽ ശനിയുടെ മീനം രാശിയിലെ നിൽപ്പ് അത് മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അനുകൂലമാണ്. അവരുടെ ചില അനുഗ്രഹങ്ങൾ ഒക്കെ കിട്ടുവാനുള്ളൊരു സാധ്യതയുമുണ്ട്. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ഇതൊന്നും അല്ലാതെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന മാതാപിതാക്കളോടൊക്കെ ഒന്ന് കൂടുതൽ സംസാരിക്കാനും അവരോട് അവരുടെ മനസ്സിന് വിഷമം ഉണ്ടാകാത്ത രീതിയിൽ സംസാരിക്കാനുമൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി എന്തെങ്കിലും കാരണവശാൽ തന്നെ വിഷമം ഉണ്ടായി ആ ഭാഗത്തിന് സംസാരിക്കേണ്ടി വന്നാലും അത് ഒരു അരമണിക്കൂറിനോ 1 മണിക്കൂറിനുള്ള വിഷമം പരിഹരിക്കുന്നതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാനും ശ്രമിക്കുക. ആരോടും വിരോധം വച്ചുകൊണ്ടിരിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊക്കെ നമ്മൾ നോർമലി ചെയ്യേണ്ടത്. സമയം ദോഷമാണെങ്കിലും അല്ലെങ്കിൽ ദോഷമല്ലെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവരുടെ ഊഷ്മളമായ സ്നേഹബന്ധമൊക്കെ നിലനിർത്താൻ കഴിയും. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി ഈ മാസം ഒരു പ്ലാൻ തയ്യാറാക്കി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാം. കൂടാതെ സൂക്ഷ്മമായ ഫലങ്ങളുമായിട്ട് എല്ലാ ദിവസവും വരുന്നത് കൂടെ കാണുകയാണെങ്കിൽ കുറച്ച് ദോഷഫലങ്ങളൊക്കെ സൂക്ഷ്മഫലത്തിൽ കൂടുതലായിട്ട് കിട്ടും. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് കുറച്ച് ഗുണഫലങ്ങൾ കൂടുതൽ വരുന്നത്. പക്ഷേ ചില ദിവസങ്ങളൊക്കെ ചില സൂക്ഷ്മമായി നോക്കുമ്പോൾ ചില ദോഷങ്ങൾ കൂടും. അങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ മനസ്സിലാക്കാനും അതനുസരിച്ച് നമ്മുടെ പ്രവർത്തനത്തെ മാറ്റിയെടുക്കാനുമൊക്കെ ദിവസഫലം കാണുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ. അമ്മേ. നമസ്തേ. നമ്മൾ മിഥുനക്കൂറുകാരുടെ വൃശ്ചിക മാസത്തെ ഫലമാണ് നമ്മൾ നോക്കുന്നത്. വൃശ്ചിക മാസം എന്ന് പറഞ്ഞാൽ 2025 നവംബർ 17 മുതൽ ഡിസംബർ 15 വരെ ഉള്ളത്. ഈ സമയത്തെ ഗ്രഹനില നമുക്ക് ആദ്യം നോക്കാം. വൃശ്ചിക മാസത്തെ ആദ്യത്തിനും ചൊവ്വയും ബുധനും വൃശ്ചികത്തിൽ, സർപ്പം കുംഭത്തിൽ, ശനി മീനത്തിൽ, വ്യാഴം കർക്കിടകത്തിൽ, കേതു ചിങ്ങത്തിൽ, ശുക്രൻ തുലാത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇതിൽ 4 ഗ്രഹങ്ങൾക്ക് ഈ മാസം മാറ്റം വരുന്നുണ്ട്. അത് ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ എന്നീ ഗ്രഹങ്ങളാണ്. കൂടാതെ ബുധന് 2 പ്രാവശ്യത്തെ മാറ്റം വരുന്നുണ്ട്. ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഈ ഫലങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഇതുകൂടാണ്ട് ഒരു കാര്യം കൂടെ പ്രത്യേകം പറയാനുള്ളത്, ഇത് ഒരു മാസത്തെ ഫലമാണ് പറയുന്നത്. എന്നാൽ ഓരോ ദിവസത്തെ ഫലവും പറയുന്ന കുറച്ചുകൂടെ സൂക്ഷ്മമായ ഫലം ദിവസഫലം എന്ന രീതിയിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളെൻ്റെ യൂട്യൂബ് ചാനലൊക്കെ നോക്കിയാൽ നിങ്ങൾക്കത് കിട്ടും. അത് ദിവസവും കാണാനായിട്ട് ശ്രമിക്കുക. കാരണം അത് കുറച്ചുകൂടെ സൂക്ഷ്മമായതാണ് ആ ഫലം. ഇത് ഒരു മാസത്തെ ഫലമാണ്. അപ്പോൾ അത് കുറച്ചുകൂടെ ഇതായിട്ടുള്ളതായിരിക്കും എന്ന് മാത്രം. അത്രയും സൂക്ഷ്മത ഉണ്ടാവില്ല എന്നർത്ഥം. എന്നുവെച്ചാൽ ഫലം അതല്ല എന്നല്ല, സൂക്ഷ്മമായ ഫലത്തെയല്ല. ഓരോ മണിക്കൂർ, 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഒരു മാസത്തെ ഫലത്തേക്കാൾ സൂക്ഷ്മമായ ഫലമാണ് ഒരു ദിവസത്തെ. അതിനേക്കാൾ സൂക്ഷ്മമാണ് 1 മണിക്കൂർ ഫലം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആവറേജ് ഒരു ദിവസത്തെ എല്ലാ ദിവസത്തെ ഫലങ്ങളും ഇടുന്നതും കൂടെ കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഒരു ദിവസം സുഗമമാക്കാൻ വേണ്ടി അതിനകത്ത് പറഞ്ഞിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിച്ചാൽ ഒരു പരിധിവരെ മുന്നോട്ട് പോകാൻ, നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് ജീവിതത്തെ ഗുണകരമാക്കുക. അതാണ് അതിനകത്ത് പറയാനുള്ളത്. ഇനി നമുക്ക് മിഥുനക്കൂറുകാരുടെ വൃശ്ചിക മാസത്തെ ഫലത്തിലേക്ക് വരാം. ഇത് നിങ്ങൾക്കിത് തുടർച്ചയായിട്ട് എൻ്റെ വീഡിയോ കിട്ടണം എന്നുള്ളവർ ഇതിനകത്ത് കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക. തുടർച്ചയായി എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കണം എന്നുള്ളവർ അങ്ങനെ ചെയ്യുക. ഇനി നമ്മൾ തൊഴിൽ മേഖലയെക്കുറിച്ചാണ് മിഥുനക്കൂറുകാരുടെ പറയുന്നത്. ഈ തൊഴിൽ മേഖലയിൽ മിഥുനക്കൂറുകാർക്ക് ചില തടസ്സങ്ങൾ വരാനുള്ളൊരു സാധ്യതയുണ്ട്. അതുപോലെ മേലുദ്യോഗസ്ഥരൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ ചെറിയ ആശയക്കുഴപ്പങ്ങൾ മൂലമുള്ള പ്രതിസന്ധികളൊക്കെ തൊഴിൽ മേഖലയിൽ ഉണ്ടാവാം. അല്ലെങ്കിൽ ചില തടസ്സങ്ങൾ അല്ലെങ്കിൽ നീണ്ടുപോക്കൊക്കെ, ചില പ്രൊജക്റ്റുകളുടെ നീണ്ടുപോക്കൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ ഡിസംബർ 4 വരെയുള്ള സമയങ്ങളിൽ. എന്നാൽ ഡിസംബറിന് മിഥുനക്കൂറിലേക്ക് ആ ലഗ്നത്തിലേക്ക് മാറുമ്പോൾ, മിഥുനത്തിലേക്ക് കിടക്കുമ്പോൾ ചില പുതിയ ഉത്തരവാദിത്തങ്ങൾ കൂടുകയും തടസ്സങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരു സമയം കൂടെ ആയിരിക്കും. പ്രത്യേകിച്ച് യാത്രകളൊക്കെ ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങളിൽ കുറച്ചുകൂടെ ശ്രദ്ധ തൊഴിൽ മേഖലയിൽ കൊടുക്കേണ്ട പ്രശ്നമുണ്ട്. അതേപോലെ ഈ കച്ചവട സ്ഥാപനങ്ങളിലൊക്കെ കുറച്ച് ശ്രദ്ധ കൂടുതൽ കൊടുക്കണം. പക്ഷെ മേന്മയുള്ള സമയമായിരിക്കുകയും ചെയ്യും.
ബുധൻ്റെ ഒരു മാറ്റം വരുന്നുണ്ട്. അത് വാക്കുകളിൽ ചില പ്രശ്നങ്ങൾ മൂലം അല്ലെങ്കിൽ ആശയവിനിമയത്തിലെ ചില പ്രശ്നങ്ങൾ മൂലം ബുദ്ധിമുട്ടുകളുണ്ടാകും. എങ്കിലും നവംബർ 23 ശേഷം ചില തിരുത്തലുകളോ മാറ്റങ്ങളൊക്കെ വരുത്തി ആ പോരായ്മ പരിഹരിക്കാനായിട്ടും മിഥുനക്കൂറുകാർക്ക് തൊഴിൽ രംഗത്ത് കഴിയും. ചൊവ്വയുടെ ഒരു മാറ്റമുണ്ട് ഡിസംബർ 7. അത് ആ മാറ്റം ധനുവിലേക്കുള്ളൊരു മാറ്റമാണ്. അത് പൊതുവെ ചില കരാറുകളും ചില ഡീലുകൾക്കൊക്കെ ഗുണം ചെയ്യും. ആശയപരമായ കാര്യങ്ങൾ പ്രകടമാക്കാൻ കുറച്ച് ധൈര്യവും പിൻബലവും ഈ ഗ്രഹത്തിൻ്റെ മാറ്റം കൊണ്ട് കിട്ടും. ശനി മീനത്തിലാണ്. ചില ദീർഘകാല പദ്ധതികളൊക്കെ തയ്യാറാക്കുന്നതിന് മിഥുനക്കൂറുകാരെ ശനി സഹായിക്കും. കാര്യം 10ൽ നിൽക്കുന്ന ശനിയാണ്, കണ്ടകശനിയാണെന്നൊക്കെ പറയുമെങ്കിലും ജാതകത്തിൽ ശനി അനുകൂലമായവരെ സംബന്ധിച്ചിടത്തോളം ചില ദീർഘകാല പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്യുന്നതിന് ഈ ശനി വളരെയധികം സഹായിക്കും. ഈ ശനി ദോഷമാണെന്നൊന്നും ധരിക്കേണ്ട. ജാതകത്തിൽ ശനി ഗുണകരമാണെങ്കിൽ ഈ ശനിയിൽ ഇപ്പോൾ കണ്ടകശനി ആണെങ്കിൽ പോലും അത് ദോഷം ചെയ്യൊന്നുമില്ല. അപ്പോൾ ജാതകത്തിൻ്റെ ഫലം കൂടെ അതിൽ കൃത്യമായി ആഡ് ചെയ്താലേ പൂർണ്ണമായ ഫലമാകുള്ളൂ. അതുകൊണ്ടാണ് ഈ നക്ഷത്ര ഫലങ്ങളൊക്കെ പറയുമ്പോൾ പരിഹാരം പറയാത്തത്. കാരണം പരിഹാരം പറയണമെങ്കിൽ ജാതകം നോക്കി പറഞ്ഞാലേ അത് കറക്റ്റ് ആവുള്ളൂ. ഏത് രാശിയിൽ നിൽക്കുന്നു, ജാതകത്തിൽ ഏത് ബലമുണ്ടോ, ഇതൊക്കെ അറിഞ്ഞിട്ട് അതനുസരിച്ച് വേണം പരിഹാരം പറയാൻ. പൊതുവെയുള്ള പരിഹാരം നാമം ജപിക്കുക, ക്ഷേത്ര ദർശനം നടത്തുക, ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ പൊതുവെ ശനിയുടെ മാറ്റം, ശനിയുടെ നില മീനത്തിലുള്ളത് ദീർഘകാല പദ്ധതികൾക്കൊക്കെ അനുകൂലമാണ് എന്നാണ് പറയുന്നത്. ജാതകത്തിൽ അനുകൂലമാണെങ്കിൽ ഇങ്ങനെ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിലും തൊഴിൽ മേഖല മെച്ചപ്പെടുത്താനായിട്ട് മിഥുനക്കൂറുകാർക്ക് കഴിയും. ഇനി മിഥുനക്കൂറുകാരുടെ ധനകാര്യ സ്ഥിതിയെക്കുറിച്ച് നോക്കാം, സാമ്പത്തിക സ്ഥിതിയെ നോക്കാം. മിഥുനം രാശിയിലേക്ക് കടക്കുമ്പോൾ ഇപ്പോൾ കർക്കിടകത്തിലാണ് നിൽക്കുന്നത്. ചിലവുകൾ നിയന്ത്രിക്കാനും നിക്ഷേപങ്ങളിൽ കുറച്ച് കൂടുതൽ ശ്രദ്ധ ചെലുത്താനും അനുകൂലമായ സമയമാണ്. ചിലവുകളൊക്കെ മിഥുനം രാശിയിലേക്ക് വരുമ്പോൾ അല്പം നിയന്ത്രിച്ചു പോയില്ല എങ്കിൽ ചിലപ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അമിതമായ ചിലവുകൾ വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ചില നിക്ഷേപങ്ങൾക്കൊക്കെ അനുകൂലമായ സമയമാണ്. അത് ആ രീതിയിൽ വിനിയോഗിക്കാനായിട്ട് കഴിയുക, അമിതമായ ചിലവുകളൊക്കെ ഉണ്ടാക്കാതെ. ശുക്രൻ നവംബർ 26 വൃശ്ചികം രാശിയിലേക്ക് മാറുന്നുണ്ട്. അത് ചിലർക്ക് ചില സാമ്പത്തിക നഷ്ടത ഒക്കെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളെ സൂചിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ജീവിത പങ്കാളിയുമായിട്ടുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിലോ മറ്റൊക്കെ ധനപരമായ ചില നഷ്ടങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ബുധൻ്റെ മാറ്റം സാമ്പത്തികമായ ഇടപാടുകളിൽ കുറച്ചൊക്കെ മേന്മ ഉണ്ടാക്കുകയും വാക്കുകൾ ഒരു പരിധി വരെയൊക്കെ ഗുണകരമായി ഉപയോഗിക്കാനും കഴിയും. ചൊവ്വയുടെ ധനുവിലേക്കുള്ള മാറ്റം പുതിയ വരുമാന മാർഗങ്ങളിലേക്കോ അല്ലെങ്കിൽ പുതിയ തൊഴിൽ മേഖലകളിലേക്കൊക്കെ തിരിയാനുള്ള ഒരു സമ്മർദ്ദവും മിഥുനക്കൂറുകാർക്ക് ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത ഉണ്ട്. ഇതാണ് തൊഴിൽ മേഖലയെക്കുറിച്ച് പറയാനുള്ളത്. ഇനി ആരോഗ്യ കാര്യങ്ങളാണ്. ശരിക്കും ആരോഗ്യ കാര്യങ്ങളിൽ വ്യാഴത്തിൻ്റെ കർക്കിടകത്തിലെ സ്ഥിതിയും മിഥുനത്തിലേക്കുള്ള ജന്മത്തിലേക്കുള്ള പ്രവേശനം അത്ര നല്ലതൊന്നുമല്ല. എന്നാലും വ്യാഴം കർക്കിടകത്തിൽ ഉച്ചരാശിയിലാണ് എന്നുള്ളതുകൊണ്ട് വലിയ ദോഷവും ചെയ്യില്ല. എങ്കിലും ഈ ശിരോവേദനകൾ, ചെവി വേദന, കർണ സംബന്ധമായ ചില അസുഖങ്ങളൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യത, അതേപോലെ ശ്വാസകോശ സംബന്ധമായ പ്രയാസങ്ങൾ, അത് ബുധൻ്റെ രാശിമാറ്റവും ഇതിനൊരു ബാധകമാണ്. മാനസികമായ സമ്മർദ്ദം, ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ, മാർവിട സംബന്ധമായ അസുഖങ്ങളൊക്കെ ഉണ്ടാകാം. വാത സംബന്ധമായ അസുഖങ്ങൾക്കും സാധ്യതയുണ്ട്. ഈ വാതരോഗങ്ങളെ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ, അതൊരു ദീർഘകാല അസുഖങ്ങളുള്ളവർ, വാദസംബന്ധമായ അസുഖം എന്നൊക്കെ പറഞ്ഞാൽ ദീർഘകാലമായി നിലനിൽക്കുന്ന അസുഖങ്ങളാണല്ലോ. അങ്ങനെ അസുഖമുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയം തന്നെയാണ് മിഥുനക്കൂറുകാർക്ക്. ഇനി ദാമ്പത്യ കാര്യവും പ്രണയവും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ശുക്രൻ നവംബർ 26 17 to 26 വരെയുള്ള കാലഘട്ടത്തിൽ ബന്ധങ്ങളിൽ ഒരു ഗുണകരമായ നേട്ടമൊക്കെ ഉണ്ടാവും. പ്രണയ കാര്യങ്ങളിലൊക്കെ ഒരു അനുകൂലാവസ്ഥയൊക്കെ ഉണ്ടാവും. എന്നാൽ വൃശ്ചികത്തിലേക്കുള്ള മാറ്റം ശുക്രൻ്റെ അത്ര അനുകൂലമായിരിക്കില്ല. ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാകാം. അത് പരിഹരിക്കാനൊക്കെ അല്പം ബുദ്ധിമുട്ട് അനുഭവപ്പെടും. എങ്കിലും വാക്കുകളൊക്കെ നല്ല രീതിയിൽ
കാര്യങ്ങളൊക്കെ ഒളിച്ചു വയ്ക്കാതെയൊക്കെ സംസാരിച്ച് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുക. അതിൽ മിഥുനത്തിലേക്ക് പ്രവേശിക്കുകയാണ് വ്യാഴം. അപ്പോഴും ഈ മിഥുനത്തിലെ വ്യാഴത്തിൻ്റെ മാറ്റം ശരിക്കും പ്രണയകാര്യങ്ങളിൽ അല്പം മേന്മയുണ്ടാക്കി തരും. എന്നാലും ആ ശുക്രൻ്റെ മാറ്റം ഒന്ന് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. ബുധൻ്റെ ഒരു വക്രഗതിയിലുള്ള ഒരു മാറ്റം വരുന്നുള്ളത് കൊണ്ട് അത് സ്നേഹബന്ധങ്ങൾ നഷ്ടപ്പെട്ടാൽ വീണ്ടെടുക്കാനുള്ള അഥവാ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള പ്രണയത്തെ വീണ്ടെടുക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കും. കുടുംബജീവിതത്തിൽ ഭാര്യയും ഭർത്താവും ഒക്കെ അകന്നു പോയിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ കൂടിച്ചേരാനുള്ളൊരു സാഹചര്യവും ഈ വൃശ്ചിക മാസത്തിൽ മിഥുനക്കൂറുകാർക്ക് ഉണ്ടാകും. അവരുടെ ജാതകത്തിലും 7ാം ഭാവം കൂടെ അനുകൂലമാണ് എങ്കിൽ വളരെ പെട്ടെന്ന് ആ മാറ്റങ്ങൾ അനുഭവിക്കാനായിട്ട് കഴിയും. അപ്പോൾ 7ാം ഭാവം അല്ലെങ്കിൽ ശുക്രനൊക്കെ അവരുടെ ജാതകത്തിൽ അനുകൂലമാണെങ്കിലാണ് ഈ പറയുന്ന ഗുണഫലങ്ങൾ കൂടുതലായിട്ട് കിട്ടുക. ദോഷമാണ് ജാതകത്തിലെങ്കിൽ ഇത് ഗുണദോഷ സമ്മിശ്രമായിട്ട് അവസ്ഥയായിരിക്കും വരിക. ഇപ്പോൾ ജാതക പരിശോധന ആവശ്യം വേണം എന്നർത്ഥം ആവശ്യമുള്ളവർക്ക്. അപ്പോൾ ജാതക പരിശോധനയൊക്കെ ചിലപ്പോൾ ചില കാര്യങ്ങളിൽ വേണ്ടി വരും. അത് കൃത്യമായി നിങ്ങളുടെ ജാതകത്തിൽ അങ്ങനെ ഉണ്ടോ എന്ന് പറയണമെങ്കിൽ നിങ്ങളുടെ ജാതകം പരിശോധിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അങ്ങനെ ജാതക പരിശോധന ആവശ്യമുള്ളവർ ഇതിനകത്ത് കാണുന്നതിൻ്റെ വാട്സാപ്പ് നമ്പറാണ്. അതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്താൽ ജാതകം നമുക്ക് പരിശോധിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ അതിൽ പരിഹാര കർമ്മങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതും നിർദ്ദേശിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് മിഥുനക്കൂറുകാരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ നോക്കാം. വ്യാഴം കർക്കിടകത്തിലാണ് നിൽക്കുന്നത്. ഒരു പരിധി വരെ വിദ്യാഭ്യാസ കാര്യത്തിലൊക്കെ മിഥുനക്കൂറുകാർക്ക് മേന്മയുണ്ടാകുന്ന ഒരു സമയമാണ്. 2ാം ഭാവത്തിലൊക്കെയാണ് നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് എന്നാലും ഒരു ചെറിയ ശ്രദ്ധ കുറവ് മറ്റ് ഗ്രഹങ്ങളുടെ കാര്യങ്ങളൂടെ നോക്കുമ്പോൾ വരും. എന്നാൽ മിഥുനത്തിലേക്കുള്ള ബുധൻ്റെ ഒരു മാറ്റം ജന്മത്തിലേക്ക് വരുന്നതാണ്. അത് അത്ര അനുകൂലമായിട്ട് പറയാൻ കഴിയില്ല. എങ്കിലും പരീക്ഷകളിലൊക്കെ ജയമുണ്ടാക്കാനുള്ള യോഗം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. അതിൽ ബുധൻ നവംബർ 23 ഒരു മാറ്റം വരുന്നത് പഠനത്തിൽ ചെറിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ സൃഷ്ടിക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധ മിഥുനക്കൂറുകാരായിട്ടുള്ള വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ രക്ഷിതാക്കൾ എടുക്കുന്നത് നന്നായിരിക്കും. ഇനി മക്കളും സഹോദര സ്ഥാനീയരുമൊക്കെ എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് നോക്കാം. മക്കളുടെ വിദ്യാഭ്യാസത്തിലും ആരോഗ്യത്തെ സംബന്ധിച്ചും ശരിയായ ഒരു തുടർച്ചയായ ഒരു ശ്രദ്ധ ആവശ്യമായ കാര്യമാണ് മക്കൾക്ക്. കാരണം മക്കളുടെ വിദ്യാഭ്യാസത്തിലും ആരോഗ്യകാര്യത്തിലുമൊക്കെ ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു സമയമാണ് എന്നുള്ളത് കൊണ്ട് നല്ല ശ്രദ്ധ കൊടുക്കുന്നത് നന്നായിരിക്കും. സഹോദരന്മാരുമായുള്ള ബന്ധം നിലനിർത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ചില സംഘർഷങ്ങളൊക്കെ സഹോദര സ്ഥാനീയരുമായിട്ടൊക്കെ മിഥുനക്കൂറുകാർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാലും വ്യാഴം മിഥുനത്തിലേക്ക് കടക്കുമ്പോൾ അവരുമായിട്ടുള്ള ആശയവിനിമയമൊക്കെ ഒന്ന് വർദ്ധിപ്പിക്കാൻ കഴിയും. എങ്കിലും 2ാം ഭാവത്തിലും വ്യാഴം നിൽക്കുന്നതും വലിയ ദോഷമൊന്നും ചെയ്യില്ല. പൊതുവേ ഒരു അനുകൂല സ്ഥിതിയൊക്കെ ഉണ്ടെങ്കിലും വാക്കുകളും മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് സഹോദര ബന്ധങ്ങളൊക്കെ നിലനിർത്താനായിട്ട് പ്രത്യേകം ഒരു ശ്രദ്ധ ആവശ്യമായ സമയം കൂടെ ആണിത്. ഇനി സുഹൃത്തുക്കളും ബന്ധുക്കളും. രാഹു കുംഭത്തിലാണ്, അതേപോലെ ശുക്രൻ വൃശ്ചികത്തിലേക്ക് കിടക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ചില മാറ്റങ്ങൾ ഈ 26 ശുക്രൻ്റെ വൃശ്ചികത്തിലേക്കുള്ള മാറ്റം പഴയ കൂട്ടുകാർക്കൊപ്പം ചില വൈഷമ്യങ്ങൾ ഒക്കെ നേരിടും. അല്ലെങ്കിൽ പഴയ ബന്ധങ്ങളിലൊക്കെ ചില തകർച്ചകൾ ഉണ്ടാവും. ചില പഴയ സുഹൃത്തുക്കളുമായിട്ടുള്ള ബന്ധം അടുക്കുവാൻ കൂടുതൽ സാധ്യത ഉണ്ട്. അതേപോലെ രാഹു കുംഭത്തിലാണ് നിൽക്കുന്നത്. രാഹു കുംഭത്തിൽ നിൽക്കുന്നത് പുതിയ ആളുകളെ പരിചയപ്പെടുവാനും പുതിയ ബന്ധങ്ങളും സാമൂഹ്യ ബന്ധങ്ങളൊക്കെ സൃഷ്ടിക്കുവാനും അനുകൂലമാണെങ്കിലും ഈ ശുക്രൻ്റെ ഒരു മാറ്റം ഈ സൗഹൃദ ബന്ധങ്ങളിൽ ചില തകർച്ച ഉണ്ടാക്കാനുള്ളൊരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാവില്ല. ശത്രുദോഷങ്ങൾ, മിഥുനക്കൂറുകാർക്കുണ്ടാകാവുന്ന ശത്രുദോഷങ്ങൾ. സൂര്യൻ ചൊവ്വ മുതലായ ബലമുള്ള അതൊക്കെ വൃശ്ചികൻ രാശിയിലാണ്, അല്പം ബലമൊക്കെ ഉണ്ട്. ഈ അന്ധവിശ്വാസങ്ങളെയും കപടത്വത്തെയും പരമാവധി ഒന്ന് സൂക്ഷിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളിൽ ചെന്ന് വീഴാതിരിക്കാൻ ആചാരങ്ങൾ അന്ധവിശ്വാസങ്ങളൊക്കെ ഇവരെ വിതലെടുക്കാൻ കഴിയുന്ന ഒരു കേസാണ്. അപ്പോൾ ശത്രുദോഷം ആ രീതിയിലും ഉണ്ടാകാം എന്നർത്ഥം. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ ചെന്ന് പെടാതിരിക്കാനുള്ളൊരു ശ്രദ്ധ ഇവർക്ക് വളരെ അത്യാവശ്യമായ സമയമാണ്. ആചാരങ്ങളും അനാചാരങ്ങളും വ്യത്യാസമാണ്. വിശ്വാസവും അന്ധവിശ്വാസവും വ്യത്യസ്തമാണ്.
വിശ്വാസം നല്ലതാണ്, പക്ഷേ അന്ധമായ വിശ്വാസം ദോഷം ചെയ്യും. എന്തിനേയും നമ്മൾ നമ്മുടെ യുക്തി കൊണ്ട് ചിന്തിക്കണം. ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീത മുഴുവൻ അർജുനന് കൊടുത്തിട്ട് പറഞ്ഞത്, അർജുന, ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം ഞാൻ നിനക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി നീ ചെയ്യേണ്ടത് നിന്റെ ബുദ്ധി കൊണ്ട് ഇതിനെ വിമർശനാത്മകമായി ചിന്തിക്കുകയാണ് വേണ്ടത്. എന്നിട്ട് നിനക്ക് ശരിയെന്ന് തോന്നുന്നതിനെ മാത്രം നീ സ്വീകരിക്കുകയാണ് ചെയ്യേണ്ടതെന്നാണ്. ഒരിക്കലും നമ്മളുടെ ഭഗവാന്മാരൊന്നും നമ്മളെ അടിച്ചേൽപ്പിക്കുന്നില്ല. അന്ധവിശ്വാസം ദോഷമാണ് എന്ന് ഭഗവാൻ പറഞ്ഞത് അങ്ങനെയാണ്. ഞാൻ പറയുന്നത് നീ അന്ധമായി വിശ്വസിക്കുന്നുവെങ്കിൽ അത് തെറ്റിലേക്ക് നിന്നെ നയിക്കും. ഞാൻ പറയുന്നതിന് നീ അന്ധമായി വിശ്വസിക്കരുത് എന്ന് പറഞ്ഞാൽ എത്ര ബന്ധമുണ്ടെങ്കിലും അന്ധമായി വിശ്വസിക്കരുത്. അവനവൻ്റെ ബുദ്ധിയിലും ചിന്തയിലും അതിനെ തുലനം ചെയ്ത് അതിനെ സംസ്കരിച്ചെടുത്തിട്ട് വേണം തീരുമാനത്തിലെത്താൻ എന്നർത്ഥം. ഇവിടെ അതാണ് ഞാൻ എടുത്തു പറയുന്നത്. അന്ധവിശ്വാസങ്ങളും വിശ്വാസങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ട്. ആചാരങ്ങളും അനാചാരങ്ങളും വ്യത്യാസമുണ്ട്. അത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ മിഥുനക്കൂറുകാർക്ക് ശത്രുദോഷങ്ങൾ, ചില ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ ചൊവ്വയുടെ മാറ്റം, ഡിസംബർ 7 ചൊവ്വയുടെ മാറ്റം ശത്രുക്കൾക്കെതിരെയുള്ള ഒരു വിജയത്തിന് ഗുണകരമായി തീരുകയും ചെയ്യും. കേതു ചിങ്ങത്തിലാണ്. പഴയ ശത്രുക്കളെയൊക്കെ തോൽപ്പിച്ച് പരാജയപ്പെടുത്തി മുന്നോട്ട് പോകാനുള്ള ഒരു ബലം കേതുവിൽ നിന്നും കിട്ടാനും ഒരു സാധ്യത മിഥുനക്കൂറുകാർക്കുണ്ട്. അത് അവർക്ക് അനുകൂലമായ സ്ഥാനത്താണെന്നുള്ളതുകൊണ്ട് എങ്കിലും ഈ അന്ധവിശ്വാസ അനാചാരത്തെയൊക്കെ ഒന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നുവെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ച് പോകാവുന്നതേ ഉള്ളൂ. ഇനി മാതാപിതാക്കളുടെ അനുകൂല പ്രതികൂല സ്ഥിതി. വ്യാഴം കർക്കിടകത്തിലാണ്. അത് മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ ദോഷമൊന്നുമില്ലെങ്കിൽ അവർ ആരോഗ്യ കാര്യങ്ങളൊരു ശ്രദ്ധ വേണം. പ്രത്യേകിച്ച് വളരെ പ്രായമായിട്ടുള്ള മാതാപിതാക്കളുണ്ടെങ്കിൽ മിഥുനക്കൂറുകാരുടെ മാതാപിതാക്കൾക്ക് ഇഷ്ടം അത്ര അനുകൂലം എന്ന് പറയാൻ പറ്റില്ല. എങ്കിലും മിഥുനത്തിലേക്ക് കിടക്കുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ ആശ്വാസമൊക്കെ കിട്ടും. പിന്നെ എപ്പോഴും മാതാപിതാക്കളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അവരോട് നമ്മളുടെ പെരുമാറ്റം എങ്ങനെയാണെന്നാണ് ചിന്തിക്കേണ്ടത്. അവർ തിരിച്ചിങ്ങടെ എങ്ങനെ പെരുമാറുന്നു എന്നല്ല. പ്രായത്തിൻ്റെയൊക്കെ വ്യത്യാസങ്ങൾ, പെരുമാറ്റങ്ങൾ മാറും. ഇപ്പോൾ ശനി മീനത്തിലാണ്. അതുകൊണ്ട് മാതാപിതാക്കൾക്കൊക്കെ കുറച്ച് പഴയ സുഹൃത്തുക്കളെയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ അതിനുള്ള അവസരമൊക്കെ കിട്ടാനുള്ള സാധ്യത ഈ കൂറുകാരുടെ മാതാപിതാക്കൾക്കുണ്ട്. അപ്പോൾ അവരുടെ അങ്ങനെയുള്ള പഴയ ബന്ധങ്ങളൊക്കെ ഒന്ന് പൊതുക്കി കൊണ്ടുപോകാൻ അവസരം മാതാപിതാക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്ന സാഹചര്യം ഇപ്പോൾ വന്നു ചേരും. അങ്ങനെ വന്നു ചേരുന്ന അവസരത്തെ മക്കൾ നല്ല കാര്യത്തിനായിട്ട് വിനിയോഗിക്കുക, മാതാപിതാക്കളുടെ സന്തോഷം ഉണ്ടാകുന്നതിനായിട്ട് വിനിയോഗിക്കുക. ഇതാണ് മാതാപിതാക്കളുടെ കാര്യത്തിൽ പറയാനുള്ളത്. ഇത് പൊതുവെ ഉള്ള ഒരു ഫലമാണ്. ഇത് ആരുടെയും വ്യക്തിപരമായ ഫലമല്ലാന്ന് ഞാൻ വീണ്ടും എടുത്തു പറയുകയാണ്. വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെങ്കിൽ അവരുടെ ജാതക പരിശോധന തന്നെ വേണം. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ. അമ്മേ ദേവി. നമസ്തേ. കർക്കിടകക്കൂറുകാർക്ക് ഈ വൃശ്ചിക മാസം എങ്ങനെയുണ്ട് എന്നാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് വൃശ്ചികം 1-ാം തീയതി ഗ്രഹനില ഒന്ന് നോക്കാം. ആദ്യം തന്നെ ആദിത്യനും ചൊവ്വയും ബുധനും വൃശ്ചികം രാശിയിലും, സർപ്പം കുംഭം രാശിയിലും, ശനി മീനം രാശിയിലും, വ്യാഴം കർക്കിടകം രാശിയിലും, കേതു ചിങ്ങൻ രാശിയിലും, ശുക്രൻ തുലാം രാശിയിലുമാണ് സഞ്ചരിക്കുന്നത്. 4 ഗ്രഹങ്ങൾക്ക് ഈ മാസം രാശിമാറ്റമുണ്ട്. ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ എന്നീ ഗ്രഹങ്ങൾക്ക്. ഇതിൽ ബുധൻ 2 തവണ രാശി മാറുന്നുണ്ട്. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഈ വൃശ്ചിക മാസത്തെ നക്ഷത്രഫലം കർക്കിടകക്കൂറുകാർക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. വൃശ്ചിക മാസം എന്ന് പറയുന്നത് 2025 നവംബർ 17 മുതൽ ഡിസംബർ 15 വരെയുള്ള സമയമാണ്. ഫലത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം, ഇത് ഒരു മാസത്തെ പൊതുവായ ഫലമാണ്. ഓരോ ദിവസത്തെയും സൂക്ഷ്മ ഫലങ്ങളും ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ സൂക്ഷ്മ ഫലങ്ങൾ കൂടെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇതുപോലുള്ള എൻ്റെ ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലഭിക്കണമെന്നുള്ളവർ ഈ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ഒക്കെ ചെയ്യുക.
പിന്നെ ഇതൊരു പൊതുവായ ഫലമാണ്. വ്യക്തിപരമായ ഫലങ്ങൾ അറിയണം എന്നാഗ്രഹിക്കുന്നവർ ഇതിനകത്ത് കാണുന്ന എൻ്റെ വാട്സപ്പ് നമ്പറാണ്, അതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യുക. ഇനി എല്ലാ കൂറുകാരുടെയും നക്ഷത്ര ഫലങ്ങൾ ഇടുന്നുണ്ട്, അപ്പോൾ അത് എല്ലാം കാണാനായിട്ട് ശ്രമിക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഓരോ പോസ്റ്റിൻ്റെയും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇടുന്ന പോസ്റ്റ് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ അത് നോക്കുക, ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഉള്ള കൂറ് കിട്ടുകയും ചെയ്യും. നമുക്കിനി വിശദമായ ഫലങ്ങളിലേക്ക് വരാം. കർക്കിടകക്കൂറുകാരുടെ തൊഴിൽ മേഖലയെക്കുറിച്ച് നമുക്ക് ആദ്യം നോക്കുന്നത്, ഈ കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു ദീർഘകാല പ്രവർത്തനങ്ങളൊക്കെ നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ് തൊഴിൽ മേഖല. അത് ഇപ്പോൾ കർക്കിടകം രാശിയിൽ നിൽക്കുന്ന സമയമാണ്. ഉച്ച രാശിയുമാണ് വ്യാഴത്തിൻ്റെ. അപ്പോൾ അത് കാര്യം ജന്മം എന്നാണെങ്കിൽ പോലും, ജന്മരാശിയാണെങ്കിലും അത് മേന്മയുള്ളതാണ്. വ്യാഴം 5ലേക്ക് മിഥുനത്തിലേക്ക് മാറുന്നുണ്ട് കർക്കിടക രാശിയിൽ. അപ്പോൾ ഒരു പല കാര്യങ്ങളും 12ലേക്ക് മാറുന്നത് കൊണ്ടുള്ള ഒരു ചെറിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ അനുഭവപ്പെടുമെങ്കിലും നല്ല ആശയവിനിമയമൊക്കെ ഉണ്ടാകുവാനും പല കാര്യങ്ങളിലും ചില പ്രോത്സാഹനമൊക്കെ മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് തുടക്കത്തിൽ ലഭിക്കും. അതേപോലെ ബുധൻ്റെ മാറ്റങ്ങളും സ്ഥിതി ആ രീതിയൊക്കെ ജോലിയിൽ ചില തടസ്സങ്ങളും സമ്മർദ്ദങ്ങളും ഉണ്ടാക്കുമെങ്കിലും അത് തുലാം രാശിയിലേക്ക് അതിൽ വരുമ്പോൾ, ആ മാറ്റങ്ങൾ വരുമ്പോൾ അത് മേന്മയുള്ളതായി മാറുകയും ചെയ്യും. ചൊവ്വയുടെ മാറ്റം ചില കരാറുകൾക്കും പുതിയ ചുമതലകൾ ഏറ്റെടുക്കുന്നതിനുമൊക്കെ കാരണമായി തീരും. അതെല്ലാം വിജയകരമായി പ്രാവർത്തികമാക്കുവാനും കഴിയും. അപ്പോൾ തൊഴിൽ മേഖല ഒരു പരിധി വരെ അനുകൂലമാക്കി നിർത്താൻ കുറച്ച് ശ്രദ്ധയോടെ കൊടുക്കുകയാണെങ്കിൽ കർക്കിടകക്കൂറുകാർക്ക് വൃശ്ചികമാസത്തിൽ കഴിയും. സൂക്ഷ്മമായ ഫലങ്ങൾ കേൾക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓരോ ദിവസത്തെയും ഫലങ്ങൾ ഇടുന്നുണ്ട്, അത് ഇതിനേക്കാൾ കൂടെ സൂക്ഷ്മമായിരിക്കും കുറച്ചുകൂടെ. അപ്പോൾ ആ പറയുന്ന കാര്യങ്ങളോട് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ വളരെ നല്ല രീതിയിൽ ഓരോ ദിവസത്തെയും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. എല്ലാ കാര്യങ്ങളും എപ്പോഴും ശുഭകരമായിക്കൊള്ളണമെന്നല്ല. നമ്മളുടെ മുന്നിൽ പ്രതിബന്ധങ്ങളില്ലാതെ ജീവിതത്തിൽ ഒരു ദിവസം പോലും ഉണ്ടാവില്ല. വിജയിക്കണമെങ്കിലോ ഈ പ്രതിബന്ധങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകണം. ഈ നക്ഷത്ര ഫലങ്ങളൊക്കെ പ്രതിബന്ധങ്ങളെ സൂചിപ്പിക്കുകയും അതിനെ തരണം ചെയ്യുന്നതിന് വേണ്ട മാനസിക കരുത്ത് നേടുന്നതിനും വേണ്ടിയാണ്. അപ്പോൾ ചില ഭാഗങ്ങളിൽ അനുകൂലമല്ലാതെ വന്നാൽ അങ്ങനെ അനുകൂലമല്ലാത്ത കാര്യമാണെന്ന് മനസ്സിലാക്കി ആ പ്രതിബന്ധങ്ങളെ തരണം ചെയ്യുന്നതിനുള്ള മാനസിക കരുത്ത് നേടുന്നതിനാണ് ഈ ഫലങ്ങളെ നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. ഇനി നമുക്ക് ധനസംബന്ധമായ കാര്യങ്ങൾ എങ്ങനെയായിരിക്കും കർക്കിടകക്കൂറുകാർക്ക് വൃശ്ചികമാസം നോക്കാം. വ്യാഴം കർക്കിടകത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ധനസംബന്ധമായ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ വേണം. ചിലവുകൾ അനിയന്ത്രിതമായി പോകാതെ ശ്രദ്ധിക്കണം. നിയന്ത്രിച്ച് വേണം ചിലവ് ചെയ്യാൻ എന്നർത്ഥം. നിയന്ത്രിക്കാതെ വിട്ടുപോകുന്ന അവസ്ഥ ഉണ്ടാകും, അത് ശ്രദ്ധിക്കുക. എന്നാൽ മിഥുനത്തിലേക്കുള്ള വ്യാഴപ്രവേശനം ചില അവസരങ്ങളൊക്കെ, കാര്യം 12-ലാണെങ്കിൽ പോലും ചില അവസരങ്ങളൊക്കെ സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാവും. ചില അവസരങ്ങൾ തൊഴിൽ മേഖലയിൽ സൃഷ്ടിക്കുകയും സാമ്പത്തിക മേഖലയിൽ സൃഷ്ടിക്കുകയും ചെയ്യും. വ്യവഹാര മേഖലയിലൊക്കെ ചില സജീവത ഉണ്ടാകും. കച്ചവടമൊക്കെ നടത്തുന്നവർക്ക് സുഖകരമായ ഒരു ഉണ്ടാക്കാനായിട്ട് കഴിയും. അതേപോലെ ശുക്രൻ 26-ന് വൃശ്ചികത്തിലേക്ക് മാറുന്നുണ്ട്. നവംബർ 26-ന് ശുക്രൻ വൃശ്ചികത്തിലേക്ക് മാറും. ഈ നവംബർ 26-നുള്ള മാറുമ്പോൾ കുറച്ച് ചിലവൊക്കെ കുറഞ്ഞു വരുവാനും ഫലമായി ധനസംബന്ധമായ കുറച്ച് സംയമനങ്ങളൊക്കെ പാലിക്കാനൊക്കെ കഴിയും. കുറച്ച് കരുതലുകളൊക്കെ ശ്രദ്ധിച്ചാൽ കുറച്ച് നീക്കിയിരിപ്പ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. ഇനി നമുക്ക് ഇവരുടെ ആരോഗ്യ മേഖല എങ്ങനെയാണ് കർക്കിടകക്കൂറുകാരുടേത് നോക്കാം. ആരോഗ്യ മേഖല ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം തലവേദന പോലുള്ള അസുഖങ്ങൾ, അലർജി സംബന്ധമായ അസുഖങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പൊതുവെ ഒരു ആരോഗ്യകാര്യത്തിൽ അത്ര മേന്മ കർക്കിടകക്കൂറുകാർക്ക് പറയാവുന്ന ദിവസമല്ല.
അതേപോലെ മിഥുനത്തിലേക്കുള്ള വ്യാഴത്തിൻ്റെ പ്രവേശനം അത്ര അനുകൂലമല്ല. ഈ കർക്കിടകക്കൂറുകാരുടെ 12ലേക്കാണല്ലോ മാറുക. അപ്പോൾ വായു സംബന്ധമായ അസുഖങ്ങൾ, കർണ സംബന്ധമായ അസുഖങ്ങൾ, ശ്വാസകോശ സംബന്ധമായ ചെറിയ പ്രയാസങ്ങൾ, അലർജി രോഗങ്ങളിൽ പെടുന്നതാണ് ഈ പറഞ്ഞത്. ആസ്മ പോലുള്ള അസുഖങ്ങളുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ആരോഗ്യകാര്യങ്ങളിൽ മാനസിക സമ്മർദ്ദം നേരിടാനുള്ളൊരു സാധ്യതയുണ്ട്. അത് ഈ ബുധൻ്റെ മാറ്റം ഈ മാനസിക സമ്മർദ്ദത്തെയും വാക്കുകളെയൊക്കെ നിയന്ത്രിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പൊതുവെ വലിയ ദോഷമൊന്നും ആരോഗ്യ മേഖലയിൽ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. ഇനി ദാമ്പത്യ കാര്യങ്ങളും പ്രണയവും, അത് വളരെ ശുക്രനാണ് ഇതിൻ്റെയൊക്കെ ആള്. അപ്പോൾ നവംബർ 26 ശുക്രൻ വൃശ്ചികത്തിലേക്ക് മാറും. അത്ര അനുകൂലമല്ല. അതിനുശേഷം പൊതുവെ അനുകൂലമാണെങ്കിലും കൂടുതൽ ദൃഢമായ ബന്ധങ്ങളൊക്കെ സൃഷ്ടിക്കാൻ കഴിയുമെങ്കിലും ശുക്രൻ്റെ ഈ ഒരു മാറ്റം ചിലപ്പോൾ ചില ബന്ധങ്ങളിൽ ചില പ്രശ്നങ്ങളുണ്ടാക്കാം, ചില അകൽച്ചകളുണ്ടാക്കാം. അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ ബുധൻ്റെ അനുകൂല സ്ഥിതിയെ പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ വാക്കുകളെ ഒന്ന് അനുകൂലമാക്കുക. വളരെ കാര്യങ്ങളെല്ലാം പരസ്പരം നല്ല രീതിയിൽ മനസ്സിലാക്കി പരസ്പര സഹകരണത്തോടെ പോകാനായിട്ട് ശ്രദ്ധിച്ചാൽ പ്രണയകാര്യങ്ങളിലും കുടുംബ ബന്ധങ്ങളിലുമൊക്കെ കുറച്ച് മേന്മയുണ്ടാക്കാൻ കൂടി കർക്കിടകക്കൂറുകാർക്ക് ഈ സമയം കഴിയും. ഇനി വിദ്യാഭ്യാസ കാര്യങ്ങൾ ഈ വ്യാഴത്തിൻ്റെ മാറ്റം കുറച്ച് ശ്രദ്ധ കുറവുണ്ടാകും. അപ്പോൾ ഈ അലസത കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അലസത ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികളായിരിക്കുന്നവരെ രക്ഷിതാക്കൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. നിർബന്ധമായും ചില കാര്യങ്ങൾ കൃത്യമായി ചെയ്യാനായിട്ട് അവരെ പ്രേരിപ്പിക്കണം. ഇല്ലെങ്കിൽ വിദ്യാർത്ഥികൾ അലസത മൂലം മാറി നിൽക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. പരീക്ഷകളിലൊക്കെ ഇവർ നേട്ടങ്ങളുണ്ടാക്കും. ആശയവിനിമയത്തിലൊക്കെ മികവും സൃഷ്ടിക്കും. അതിനൊക്കെ കഴിവുകൾ ഉണ്ടാകുകയും ചെയ്യും. പൊതുവെ വിദ്യാഭ്യാസ രംഗത്ത് അലസത ഒഴിവാക്കുകയാണെങ്കിൽ കാര്യങ്ങൾ മേന്മയുണ്ടാകും, അനുകൂലമായ സ്ഥിതിയിലേക്ക് വരികയും ചെയ്യും. ഇനി സഹോദര സ്ഥാനീയരും മക്കളുടെ ആരോഗ്യവും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. മക്കളുടെ ആരോഗ്യകാര്യത്തിൽ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാം. സഹോദരങ്ങളുമായുള്ള ബന്ധങ്ങളിൽ ചെറിയ വിള്ളലുകളൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത നമുക്ക് കാണാൻ കഴിയും. കൂടുതൽ ആശയവിനിമയങ്ങൾ ഒരു പരിധി വരെ മക്കളുമായിട്ടും സഹോദരനുമായിട്ടൊക്കെ ഒന്ന് നിയന്ത്രണ വിധേയമാക്കുന്നത് ഈ മാസം കുറച്ച് നന്നായിരിക്കും. ആവശ്യമില്ലാത്ത ചർച്ചകളും കാര്യങ്ങളുമൊക്കെ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ഇനി നമുക്ക് സുഹൃത്തുക്കളും ബന്ധുക്കളും എങ്ങനെയാണെന്ന് നോക്കാം. ബുധൻ്റെ നിലവാരം പൊതുവെ സുഹൃബന്ധങ്ങൾക്കൊക്കെ അനുകൂലമാണെങ്കിലും രാഹുവിൻ്റെ കുംഭത്തിലെ നില പുതിയ ബന്ധങ്ങളെ വികസിപ്പിക്കാനും പഴയവയെ വീണ്ടെടുക്കാനുമൊക്കെ സഹായിക്കുന്നതാണ്. എന്നാൽ ശുക്രൻ്റെ സ്ഥിതി അത്യാവശ്യ ഘട്ടങ്ങളിൽ ചില സഹായ കാര്യങ്ങളൊക്കെ കിട്ടുന്നതിനും സുഹൃത്തുക്കളിൽ നിന്ന് സഹായങ്ങൾ ലഭിക്കുന്നതിനുമൊക്കെ കഴിയും. പക്ഷേ ചില കലഹ സാധ്യതകളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. വാക്കുകൾ ഒന്ന് കൃത്യമായി ശ്രദ്ധിച്ചാൽ പല പ്രശ്നങ്ങളെയും പരിഹരിക്കാനായിട്ട് കഴിയും. ഇനി ശത്രുദോഷത്തെക്കുറിച്ചാണ്. മേടം രാശിയിൽ രവിയും ചൊവ്വയും ഒക്കെ നിൽക്കുന്നത് കൊണ്ട് ശത്രുദോഷങ്ങൾ മൂലമുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. എന്നാൽ അത് ഒരു പരിധി വരെ നേരിടാനുള്ള ശക്തി, ധൈര്യം, വീര്യം, പരാക്രമമൊക്കെ ഉണ്ടാകും. ഇതെല്ലാം നമ്മളുടെ ശത്രുക്കളെ നേരിടുന്നതിന് കഴിയും. എന്ന് പറഞ്ഞാൽ ഇടിച്ച് നേരിടുക എന്നല്ല എൻ്റെ അർത്ഥം. നയപരമായ കാര്യങ്ങളിലൂടെ, നയപരമായ തീരുമാനങ്ങളിലൂടെ, നയപരമായ പ്രവർത്തനങ്ങളിലൂടെ ശത്രുക്കളെയൊക്കെ നേരിടുന്നതിന് കഴിയും. അതേപോലെ ചൊവ്വയുടെ മാറ്റം ഉണ്ടാകുന്നത് പൊതുവെ ദോഷങ്ങളെ ഒന്ന് കുറയ്ക്കുകയും ചെയ്യും. അപ്പോൾ പൊതുവെ
ശത്രുദോഷങ്ങൾ അത്ര വലിയ പ്രശ്നമാകുന്നതിനുള്ള സാധ്യതയൊന്നും ഇല്ല. പക്ഷേ ഓരോ ദിവസത്തെയും ഫലങ്ങൾ നോക്കുമ്പോൾ ചില ദിവസങ്ങൾ ശത്രുദോഷം കൂടുന്ന ദിവസങ്ങളായിരിക്കും. അത് ഓരോ ദിവസഫലം നിങ്ങൾ കേൾക്കുക. അപ്പോൾ അത് കൃത്യമായിട്ട് ആ ദിവസങ്ങളെ നമുക്ക് വിലയിരുത്തി മുന്നോട്ട് പോകാനായിട്ട് കഴിയും. ഇനി മാതാപിതാക്കൾ ഈ മാറ്റങ്ങൾ, ഗ്രഹങ്ങളുടെ 4 ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ മാതാപിതാക്കളുമായുള്ള ആശയവിനിമയത്തിലെ പിശകുകൾ മൂലം ചില കലഹങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ ഉണ്ടാകാം. സാമ്പത്തിക കാര്യങ്ങളിലും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ മാതാപിതാക്കളുമായിട്ടൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കർക്കിടകക്കൂറുകാർക്ക്. എങ്കിലും അവരുടെ ഒരു സഹായവും അവരോടുള്ള മനോഭാവമൊക്കെ നല്ല രീതിയിൽ തന്നെ നിലനിർത്താനായിട്ട് കഴിയും. ആശയവിനിമയങ്ങൾ നടത്തുമ്പോൾ അല്ലെങ്കിൽ അവരോട് സംസാരിക്കുമ്പോൾ, മാതാപിതാക്കളോട് സംസാരിക്കുമ്പോൾ വാക്കുകൾ വേണ്ട രീതിയിൽ കൃത്യമായി ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആവശ്യമില്ലാത്ത വാചകങ്ങളും വാക്കുകളും പരമാവധി ഒഴിവാക്കാനായിട്ട് കർക്കിടകക്കൂറുകാർ ശ്രദ്ധിക്കുക. പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? വാക്കുകൾ മൂലമാണ്. ആ വാക്കുകളെ കൺട്രോൾ ചെയ്താൽ പല പ്രശ്നങ്ങളും ഒഴിവാകും. ചില കാര്യങ്ങളൊന്നും പ്രതികരിക്കണമെന്നില്ല, പ്രതികരിക്കാതെ വിട്ടേക്കുക. പ്രതികരിച്ചില്ല എന്നുള്ളതുകൊണ്ട് ഒന്നും സംഭവിക്കില്ല. പലപ്പോഴും വാക്കുകൾ ആരോട്, അച്ഛനോടും മാതാപിതാക്കളോടൊക്കെ മക്കൾ കയർത്ത് ജയിക്കുക എന്നാണ്. എന്തിനാ കയർത്ത് ജയിക്കുക? ആർക്കാണ് ഇപ്പം മാതാവ് ജയിച്ചാലും പിതാവ് ജയിച്ചാലും മക്കൾ ജയിച്ചാലും ജയിക്കുന്നതാരാ? അപ്പോൾ ആ കലഹങ്ങളെ, വാക്കുകളെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് മാതാപിതാക്കളോട് സംസാരിക്കുമ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം നല്ലതാണ്. പൊതുവെ മാതാപിതാക്കളുടെ പിന്തുണയൊക്കെ ലഭിക്കുന്ന ഒരു മാസം തന്നെയാണ് ഈ വൃശ്ചിക മാസം. ഇത് ഒരു പൊതുവായ ഫലമാണ്, ആരുടെയും വ്യക്തിപരമായ ഫലങ്ങളല്ല. പക്ഷേ ഇത് ഈ ഒരു മാസത്തെ നിങ്ങളുടെ പൊതുവായ പ്രവർത്തനങ്ങളെ എങ്ങനെ ചിട്ടപ്പെടുത്താം എന്നതിനെ സംബന്ധിച്ച ഒരു നിർദ്ദേശമാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഈ മാസം അനുകൂലമാക്കുന്നതിനായി എൻ്റെ മനസ്സിനെ ഞാൻ എങ്ങനെ സജ്ജീകരിക്കണം, എൻ്റെ പ്രവൃത്തികളെ ഞാൻ എങ്ങനെ സജ്ജമാക്കണം എന്ന ഒരു തീരുമാനമെടുക്കാൻ ഈ മാസഫലം നിങ്ങളെ സഹായിക്കും. അതുപോലെ ദിവസഫലവും അതിനു വേണ്ടി തന്നെയാണ്. ഈ ദിവസം എന്തൊക്കെ ദോഷങ്ങൾ വരാം, അങ്ങനെ വന്നാൽ അതെങ്ങനെയൊക്കെ നമുക്ക് അതിൽ നിന്ന് ഞാൻ എന്ത് തീരുമാനങ്ങളാണ് അല്ലെങ്കിൽ എന്ത് കരുതലുകളാണ് അതിലെടുക്കേണ്ടത് എന്നതാണ് നക്ഷത്രഫലം കൊണ്ട് നമുക്ക് ലഭിക്കുന്ന നേട്ടം. അത് വളരെ ശ്രദ്ധയോടെ കരുതലോടെ പോയാൽ നമുക്ക് നല്ല ഒരു പ്ലാൻ നമ്മുടെ ജീവിതത്തിൽ ഓരോ മാസവും ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും, അല്ലെങ്കിൽ ഒരു ദിവസവും ഉണ്ടാക്കിയെടുക്കുന്നതിനായിട്ട് കഴിയും. എപ്പോഴും നമ്മൾ ചില കാര്യങ്ങൾ, ചില ദോഷങ്ങൾ വരാൻ പോവുകയാണ്. അപ്പോൾ മാതാവുമായിട്ട് കലഹമുണ്ടാകും എന്നറിഞ്ഞാൽ അമ്മ ആയിട്ട് ചെറിയൊരു കലഹം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് നമുക്കറിയാവുന്നതുകൊണ്ട് അവരോട് സംസാരിക്കുമ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളെ നമ്മൾ മാറ്റും. അങ്ങനെയാണ് ഓരോ കാര്യം. ഇതൊരു ഉദാഹരണമാണ് അമ്മ എന്നുള്ളത്. അങ്ങനെ പല കാര്യങ്ങളിലും നമുക്ക് മാറ്റാൻ കഴിയും. അതറിഞ്ഞാലേ നമുക്ക് മാറ്റാൻ കഴിയും. അതിനാണ് നമ്മുടെ ആചാര്യന്മാർ നമുക്കിതെല്ലാം നൽകിയിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. ഇത് പൊതുഫലമാണെന്ന് മനസ്സിലാക്കുക. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ. അമ്മേ. നമസ്തേ. നമ്മൾ ചിങ്ങക്കൂറുകാരുടെ വൃശ്ചിക മാസത്തെ ഫലമാണ് പറയുന്നത്. വൃശ്ചിക മാസം എന്ന് പറയുന്നത് 2025 നവംബർ 17 മുതൽ ഡിസംബർ 15 വരെയുള്ള സമയം. മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗമാണ് ചിങ്ങക്കൂറ്. നമുക്ക് വൃശ്ചിക മാസത്തെ 1-ാം തീയതിയിലെ ഗ്രഹനില നോക്കാം. ആദ്യത്തിനും ചൊവ്വയും ബുധനും വൃശ്ചികൻ രാശിയിലും, സർപ്പം കുംഭൻ രാശിയിലും, ശനി മീനം രാശിയിലും, വ്യാഴം കർക്കിടകൻ രാശിയിലും, കേതു ചിങ്ങം രാശിയിലും, ശുക്രൻ തുലാം രാശിയിലും സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ മാസം എന്ന് പറയുന്നത്. 4 ഗ്രഹങ്ങൾക്ക് ഈ മാസം രാശിമാറ്റമുണ്ട്. ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ. ഇതിൽ വ്യാഴം 2 പ്രാവശ്യം രാശി മാറുന്നുണ്ട്. ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ്
ഈ നക്ഷത്ര ഫലങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി ഇത് ഒരു പൊതുവായ ഫലമാണ്, ആരുടെയും വ്യക്തിപരമായ ഫലമാണെന്ന് ധരിക്കരുത്. നിങ്ങളുടെ വ്യക്തിപരമായ ഫലം എന്ന് പറയുന്നത് നിങ്ങളുടെ ജാതകത്തിൻ്റെ ഫലമാണ്. എങ്കിലും ഇതൊരു നിർദ്ദേശമായിട്ട് സ്വീകരിക്കാൻ നിങ്ങൾക്ക് കഴിയും. വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന എൻ്റെ വാട്സാപ്പ് നമ്പറാണ്, അതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യണം. പിന്നെ എൻ്റെ പോസ്റ്റുകളിലെല്ലാം തുടർച്ചയായി ലഭിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ എൻ്റെ ഈ പോസ്റ്റിനകത്ത് ലൈക്ക്, ഷെയർ, കമൻറ്റൊക്കെ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് വരാം. ചിങ്ങക്കൂറുകാരുടെ തൊഴിൽ മേഖലയെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. അതിനുമുമ്പ് ഒരു കാര്യം കൂടെ പറയാം. എല്ലാ കൂറുകാരുടെയും ഫലം ഇടുന്നുണ്ട്, അത് ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ മറ്റ് ഫലങ്ങൾ, കൂറുകാരുടെ ഫലം അറിയണമെന്നുള്ള ആ ലിങ്ക് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. ഇനി നമുക്ക് വിശദമായ ഫലത്തിലേക്ക് വരാം. ചിങ്ങക്കൂറുകാരുടെ തൊഴിൽ മേഖല എങ്ങനെയാണ് വൃശ്ചിക മാസം നോക്കാം. ഈ ചിങ്ങ രാശിയിലാണ് കേതു നിൽക്കുന്നത്. അപ്പോൾ ഈ കേതുവിൻ്റെ ചില തടസ്സങ്ങളൊക്കെ വരാമെങ്കിലും പൊതുവേ തൊഴിൽ മേഖലയിൽ ചില പുതുമകൾ കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്ന ഒരു മാസമായിരിക്കും ഇത്. ചെറിയ പുതുമകൾ കൊണ്ടുവരാൻ കഴിയും. അതേപോലെ വ്യാഴത്തിൻ്റെ ആ കർക്കിടക രാശി നിൽക്കുന്നത്, കാര്യം വ്യാഴം 12-ലാണ് എന്നുള്ളതാണ്, എങ്കിലും ആ കർക്കിടക രാശി വ്യാഴത്തിന് ഉച്ചാണ്. അങ്ങനെയുള്ളതുകൊണ്ട് ചില ആത്മവിശ്വാസത്തോടു കൂടെ ചില പുതിയ പ്രവർത്തികളൊക്കെ ചെയ്യാനായിട്ട് സഹായിക്കും. പക്ഷെ കുറച്ച് ചെറിയ തടസ്സങ്ങളൊക്കെ വരാം, എങ്കിലും അത് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സഹായിക്കും. അതേപോലെ വ്യാഴം മിഥുനത്തിലേക്ക് പോകുമ്പോൾ ആശയവിനിമയവും അതേപോലെ മറ്റുള്ള സഹപ്രവർത്തകരുമായിട്ടുള്ള സഹകരണവും ഒക്കെ നന്നായി ലഭിക്കുകയും ചെയ്യും. അത് വ്യാഴം ഡിസംബർ 5-ാം തീയതി മിഥുനത്തിലേക്ക് മാറുകയും ചെയ്യും. അപ്പോൾ കുറച്ചുകൂടെ അനുകൂലമായ സ്ഥിതി ഉണ്ടാകും. ബുധൻ്റെ രാശിമാറ്റം അത് തുലാം രാശിയിലേക്ക് നവംബറിൽ വരുന്നുണ്ടല്ലോ, അത് കഴിഞ്ഞ് വീണ്ടും വൃശ്ചികത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള തുലാം രാശിയിലേക്കുള്ള വരവും അത് കഴിഞ്ഞിട്ടുള്ള വൃശ്ചിക രാശിയിലേക്കുള്ള പ്രവേശനമൊക്കെ ചില കഷ്ടതകൾ കൊണ്ടുവരും. അപ്പോൾ അത് കുറച്ച് വാക്കുകൾ മൂലമുള്ള ചില പ്രയാസങ്ങൾ, സുഹൃത്ത് ബന്ധങ്ങൾ ഉള്ള ചില പ്രയാസങ്ങളൊക്കെ തൊഴിൽരംഗത്ത് കൂടെ നിൽക്കുന്ന സഹപ്രവർത്തകരൊക്കെ ആയിട്ടുള്ള ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. എങ്കിലും തിരിച്ചുള്ള ആ ബുധൻ്റെ മാറ്റം അത് പരിഹരിക്കാനും അപ്പോൾ തന്നെ ആ മാസം തന്നെ സഹായകരമാകുകയും ചെയ്യും. പക്ഷേ തൊഴിൽ രംഗത്ത് മേന്മയുണ്ടാകുന്നതോടൊപ്പം തന്നെ ചെറിയ ചില പ്രതിസന്ധികളെയും നമ്മൾ കരുതിയിരിക്കണം എന്നർത്ഥം. അതാണ് ചിങ്ങക്കൂറുകാർ തൊഴിൽ രംഗത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വൃശ്ചിക മാസത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി അവരുടെ ധനസംബന്ധമായ കാര്യങ്ങൾ, ഈ സാമ്പത്തിക നില ഒരു പരിധിവരെ മെച്ചപ്പെടുത്താൻ കഴിയുന്ന ഒരു മാസമായിരിക്കും ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. ഒന്ന് ശ്രദ്ധിച്ചാൽ ഈ വ്യാഴത്തിൻ്റെ മിഥുനത്തിലേക്കുള്ള പ്രവേശനം സാമ്പത്തിക ഇടപാടുകൾ സജീവമാക്കാനായിട്ട് സഹായിക്കും. ബിസിനസ് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് സാമ്പത്തിക രംഗത്ത് ചില നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. പക്ഷെ അല്പം ചിലവ് വർദ്ധിക്കാനുള്ളൊരു സാധ്യതയും നമ്മൾ കാണണം. കാരണം ശുക്രന് വൃശ്ചികത്തിലേക്കുള്ളൊരു പ്രവേശനമുണ്ട് നവംബർ 26-ന്. ആ ശുക്രൻ്റെ മാറ്റം ചിലവുകൾ, ആഡംബര കാര്യങ്ങൾ ഒക്കെ കുറച്ച് പൈസ കൂടുതൽ ചിലവാകാനുള്ള സാധ്യത, ഈ ആഡംബര പ്രശ്നങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു നിയന്ത്രണമൊക്കെ കൊണ്ടുവരുന്നുവെങ്കിൽ ധനസംബന്ധമായ കാര്യങ്ങളെ വളരെ കൃത്യതയോടെ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ കുറച്ച് നേട്ടങ്ങളൊക്കെ ചിങ്ങക്കൂറുകാർക്ക് സാമ്പത്തിക രംഗത്ത് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു മാസമാണ് ഈ വൃശ്ചിക മാസം. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് സാമ്പത്തിക കാര്യങ്ങളിൽ നല്ല മെന്മയോടെ കൈകാര്യം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ചെലവുകളെയൊക്കെ നിയന്ത്രിക്കുക. അങ്ങനെയൊക്കെ ഒന്ന് ചെയ്താൽ വളരെ നല്ല രീതിയിൽ അത് കൈകാര്യം ചെയ്യാനായിട്ട് കഴിയും. ഇനി ആരോഗ്യ പ്രശ്നങ്ങളാണ് നോക്കേണ്ടത് നമ്മൾ. തലവേദന പോലുള്ള അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ചൊവ്വ വൃശ്ചിക രാശിയിലാണ്, സ്വക്ഷേത്രമാണ്. എങ്കിലും അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും.
ആദ്യത്തിനും നിൽക്കുന്നത് 4-ാം ഭാവത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തല സംബന്ധമായ തലവേദന പോലുള്ള അസുഖങ്ങൾ, അതേപോലെ അലർജി സംബന്ധമായ ചില പ്രശ്നങ്ങൾ, കാലിലൊക്കെ നീര് പോലുള്ള പ്രശ്നങ്ങൾ, വായു രോഗങ്ങളൊക്കെ ചെറുതായിട്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. എങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും ചിങ്ങക്കൂറുകാർക്ക് ഉണ്ടാകുന്നതല്ല. മിഥുനത്തിലേക്ക് വ്യാഴം കടക്കുന്നത് പൊതുവെ ഗുണകരമായ ഒരു അവസ്ഥയാണ്. കാരണം ചിങ്ങത്തിൻ്റെ 11-ലേക്കാണല്ലോ വരിക. പക്ഷേ ആ വ്യാഴത്തിന് മാറ്റം ഉണ്ടാകുന്നത് വരെ എന്ന് പറഞ്ഞാൽ ഡിസംബർ 5 വരെയുള്ള കാലഘട്ടത്തിൽ കർണ സംബന്ധമായ രോഗങ്ങൾ, വായു സംബന്ധമായ അസുഖങ്ങളൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. ചെറിയ ഈ ശ്വാസമുട്ട് പോലുള്ള അസുഖങ്ങളോ കഫ രോഗങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. എങ്കിലും അത് വലിയ ഒരു പ്രശ്നമായിട്ട് മാറാനുള്ളൊരു സാധ്യതയൊക്കെ വളരെ കുറവാണ്. ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ചിങ്ങക്കൂറുകാർക്ക് ഉണ്ടാകും എന്ന് മാത്രം. ഇനി ഇവരുടെ ദാമ്പത്യ കാര്യങ്ങൾ, പ്രണയം. ഈ വ്യാഴത്തിൻ്റെ മാറ്റം കൂടുതൽ ബന്ധങ്ങളെ ദൃഢമാക്കും. കുടുംബ ബന്ധങ്ങളിൽ സൗഹൃദവും കരുതലുമൊക്കെ ഉണ്ടാകും. അപ്പോൾ കുടുംബ ബന്ധങ്ങളെ അനുയോജ്യമാക്കാനായിട്ട് കഴിയും. മക്കളായിട്ടാണെങ്കിലും മറ്റുമൊക്കെ കുടുംബ ബന്ധങ്ങളിൽ കൂടുതൽ ശക്തി ഉണ്ടാക്കാനായിട്ട് ഈ ചിങ്ങക്കൂറുകാർക്ക് വൃശ്ചിക മാസം ഉപയോഗിക്കാം. ശിഥിലമായിരിക്കുന്ന കുടുംബ ബന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് ശക്തിപ്പെടുത്താനും മേന്മയുണ്ടാക്കാനുമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നൊരു മാസമാണിത്. അത് മിഥുനത്തിലേക്ക് വ്യാഴം മാറുമ്പോൾ, അത് ഈ ഡിസംബർ 5-ന് ഉള്ള കാലഘട്ടം മാറിക്കഴിഞ്ഞിട്ടാണെങ്കിൽ കുറച്ചുകൂടെ മേന്മയുള്ള അവസ്ഥയുണ്ടാവും. അതിനു മുമ്പേ തന്നെ കുടുംബ ബന്ധങ്ങൾ ശിഥിലമായിട്ടുള്ളവർക്കൊക്കെ അത് കൂട്ടിച്ചേർക്കുന്നതിനും ഗുണകരമായി പോകുന്നതിനും കഴിയും. ഈ ഡിസംബർ 5-ന് ശേഷം കുറച്ചുകൂടെ ആ ബന്ധങ്ങളിൽ ഗുണകരമാക്കാനും പ്രണയബന്ധങ്ങൾ ശക്തിപ്പെടുത്താനുമൊക്കെയുള്ള സാഹചര്യമുണ്ട്. ഈ ചില ആശയ വ്യത്യാസങ്ങൾ മൂലം ഉണ്ടാകുന്ന സംഘർഷങ്ങളാണ് കുടുംബത്തിൽ കൂടുതൽ ഉണ്ടാകുകയല്ലോ, ചില അഭിപ്രായ വ്യത്യാസങ്ങൾ. ഈ അഭിപ്രായ വ്യത്യാസങ്ങളെ കാര്യങ്ങൾ പറയുമ്പോൾ അത് വാശി ഒഴിവാക്കുക, പിടിവാശി ഒഴിവാക്കുന്നത് ചിങ്ങക്കൂറുകാർക്ക് വളരെ നല്ലതാണ്. കുടുംബ ബന്ധങ്ങളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് പിടിവാശി ഒഴിവാക്കുന്നത് നന്നായിരിക്കും. കാര്യങ്ങൾ പരസ്പരം തുറന്ന് സംസാരിക്കാനുള്ളൊരു സാഹചര്യങ്ങളും കൂടെ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചിങ്ങമാസം പ്രണയ കാര്യങ്ങളിലും ദാമ്പത്യ കാര്യത്തിലും ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വൃശ്ചിക മാസം പൊതുവെ അനുകൂലമായിരിക്കും. ഇനി വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ കാര്യങ്ങൾ, ഈ സമയത്ത് അവർക്ക് ബുധൻ്റെയും അതുപോലെ ബുധൻ്റെ കൂടെയുള്ള പാപഗ്രഹങ്ങളുടെ ദൃഷ്ടിയും ആദിത്യ ബന്ധവും വ്യാഴത്തിൻ്റെ 12-ലെ സഞ്ചാരമൊക്കെ പഠനത്തിൽ കുറച്ച് ശ്രദ്ധക്കുറവുണ്ടാകാനുള്ള ഒരു സാധ്യത ചിങ്ങക്കൂറിലെ കുട്ടികൾക്കുണ്ട്. അപ്പോൾ ഈ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച പഠന കാര്യത്തിൽ പുറകോട്ട് പോകാം. മറ്റുള്ളവർ പഠനകാര്യത്തിൽ പറയുന്നത് അംഗീകരിക്കാനുള്ള ഒരു മനസ്സ് വിദ്യാർത്ഥികൾക്ക് കുറയുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ ഒരു ഇതൊന്ന് ശ്രദ്ധിക്കുക. അധ്യാപകരാണെങ്കിലും രക്ഷകർത്താക്കളാണെങ്കിലും പറയുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാനും അതൊന്ന് ഉൾക്കൊള്ളാനുമുള്ള ഒരു ശ്രമം വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകേണ്ടതാണ്. അങ്ങനെ ഉണ്ടാകാൻ ഒരു സാധ്യത കുറവുള്ളത് കൊണ്ട് പഠന കാര്യങ്ങളിൽ ചില പ്രതിബന്ധങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അത് പരിഹരിച്ച് മുന്നോട്ട് പോവുക. പരീക്ഷകളിലൊക്കെ വലിയ പ്രയാസമില്ലാതെ കടന്നു കയറുന്നതിന് കഴിയും. പക്ഷേ വ്യാഴം 12-ൽ സഞ്ചരിക്കുന്ന കാലഘട്ടത്തിൽ ഡിസംബർ 5 വരെയുള്ള കാലഘട്ടത്തിൽ നല്ല ദൈവാധീനം ഉണ്ടാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നാമജപ ഈശ്വരാരാധനയൊക്കെ നടത്തി ദൈവാധീനം ഉണ്ടാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് വിദ്യാഭ്യാസ കാര്യത്തിൽ കൂടുതൽ മേന്മയുണ്ടാകാനായിട്ട് ശ്രദ്ധിക്കും. വിദ്യാർത്ഥികൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഏകാഗ്രതയാണ്. ഏകാഗ്രതയ്ക്ക് നാമജപം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ സഹായകരമാണ്. ക്ഷേത്ര ദർശനമൊക്കെ നടത്തിയാൽ കുറച്ച് മാറ്റങ്ങളുണ്ടാവും. പൂർണ്ണമായ പരിഹാരങ്ങൾ പറയണമെങ്കിൽ ജാതകം പരിശോധിച്ചാലേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈ പരിഹാര കർമ്മങ്ങൾ ഞാൻ ഇങ്ങനെയുള്ള വീഡിയോകളിൽ പറയാതിരിക്കുന്നതിൻ്റെ കാരണം പരിഹാര കർമ്മങ്ങൾ തികച്ചും വ്യക്തിപരമാണ്. വ്യക്തികൾക്കിടെ ജാതക പരിശോധനയിലൂടെയാണ് പരിഹാര കർമ്മങ്ങൾ കണ്ടെത്തേണ്ടത്. അതുകൊണ്ടാണ് അത് പറയാത്തത്. ഇനി നമുക്ക് മക്കളും സഹോദര സ്ഥാനീയരൊക്കെ എങ്ങനെ ഉണ്ടാവും ഈ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഒന്ന് നോക്കാം. മക്കളുടെ കാര്യത്തിൽ
ഈ വ്യാഴം 12-ൽ സഞ്ചരിക്കുന്ന കാലത്തോളം ഉച്ചസ്ഥനാണെങ്കിൽ പോലും ഒരു ശ്രദ്ധ ഉണ്ടാകുന്നത് നന്നായിരിക്കും. അവരുടെ പല കാര്യങ്ങളിലും രക്ഷകർത്താക്കൾക്ക് സ്വാധീനം ചെലുത്താൻ കഴിയുന്നത്ര നല്ല രീതിയിൽ സ്വാധീനം ചെലുത്താനായിട്ട് ശ്രദ്ധിക്കണം. കാരണം ചില അശ്രദ്ധ മൂലം മക്കൾ ചില കാര്യങ്ങൾ ചെയ്യുകയും അതുമൂലം ചില നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ കുടുംബത്തിനുണ്ട്. അപ്പോൾ അതൊക്കെ പരിഹരിക്കാൻ മക്കളുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധ കൂടുതൽ കൊടുക്കുന്നത് നന്നായിരിക്കും. അവരുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ശ്രദ്ധ കൂടുതൽ കൊടുക്കണം. അതേപോലെ ആരോഗ്യ കാര്യത്തിലും ഒരു സൂക്ഷ്മത ആവശ്യമുള്ള സമയം തന്നെയാണ് മക്കൾക്ക്. സഹോദര സ്ഥാനീയരുമായിട്ട് ബന്ധം നല്ല രീതിയിൽ തുടരും, അത് അനുകൂലമാണ്. ഡിസംബർ 7 വരെയുള്ള കാര്യത്തിൽ അനുകൂലമാണ്. അത് കഴിഞ്ഞ് സഹോദരരുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും പൊതുവെ സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കും. ഇനി സുഹൃത്തുക്കൾ എങ്ങനെയുണ്ട് എന്ന് നമുക്ക് നോക്കാം. വൃശ്ചിക മാസം ചിങ്ങക്കൂറുകാർക്ക് ബുധൻ ആദിത്യനോട് കൂടിയാണ് നിൽക്കുന്നത്. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം നിൽക്കുന്നത് എങ്കിലും ബുധൻ അങ്ങോട്ടും ഇങ്ങോട്ടും 2 പ്രാവശ്യം മാറുന്നുണ്ടെങ്കിൽ പോലും പുതിയ സുഹൃത്തുക്കളുമായി ബന്ധമുണ്ടാക്കാനും പുതിയ സുഹൃബന്ധങ്ങളെ വളർത്തിക്കൊണ്ടുവരുവാനും ഒക്കെ കഴിയുന്ന ഒരു ഇതാണ്. അതേപോലെ പഴയ സുഹൃബന്ധങ്ങൾ ചിലപ്പോൾ ഒന്ന് അകന്നു പോകാനുള്ളൊരു സാധ്യതയും ഈ മാസം നമ്മൾ കാണേണ്ടതാണ്. അപ്പോൾ പഴയ സുഹൃബന്ധങ്ങൾ അകന്നു പോകാതിരിക്കാനുള്ളൊരു ശ്രദ്ധ കൂടുതൽ കൊടുക്കുക. പുതിയ സുഹൃബന്ധങ്ങൾ അത് അനുകൂലമായതിനെ ചേർത്ത് നിർത്താനും ശ്രദ്ധിക്കാം. അങ്ങനെ പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടം കൂടെയാണ് ചിങ്ങക്കൂറുകാർക്ക്. ഇനി ശത്രുദോഷ സാധ്യതകൾ എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഈ ആദിത്യൻ, ബുധൻ, ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ ഒന്നിച്ച് നിൽക്കുന്ന ഒരു സമയമാണ്. അതിൻ്റെ ഇടയ്ക്ക് മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതേപോലെ വ്യാഴം 12-ൽ നിൽക്കുന്നതാണ്. അതുകൊണ്ട് ശത്രു സംബന്ധമായ ചില തടസ്സങ്ങൾ, ശത്രു മൂലമുള്ള ചില ദോഷങ്ങൾ, അവരുടെ പ്രവൃത്തികൾ കൊണ്ടുള്ള ചില വേണ്ട സമയത്ത് വേണ്ടത് നടത്താൻ കഴിയാതെ വരുന്നതിനുള്ള ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകാമെങ്കിലും ശത്രുക്കളുടെ ആ ശ്രമങ്ങളെയൊക്കെ നന്നായി മറികടന്ന് നല്ല രീതിയിൽ വിജയത്തിലെത്താനായിട്ട് ഈ സമയം ഈ മാസം നിങ്ങൾക്ക് കഴിയും. ശത്രുദോഷം ഉണ്ടാവില്ല എന്നല്ല, അല്ലെങ്കിൽ ശത്രുക്കളുടെ ഇടപെടലുകൾ ചില തടസ്സങ്ങൾ സൃഷ്ടിക്കില്ല എന്നല്ല ഞാൻ പറയുന്നത്. അവർ സൃഷ്ടിക്കുന്ന തടസ്സങ്ങളെയെല്ലാം വളരെ ബുദ്ധിപൂർവം, വളരെ ശ്രദ്ധയോടുകൂടി നേരിട്ടാൽ വളരെ സുഖകരമായിട്ട് അവരെ അതെല്ലാം മറികടന്ന് നല്ല നമ്മുടെ പ്രവൃത്തി മണ്ഡലത്തിൽ വിജയത്തിലെത്തിക്കാനായിട്ട് കഴിയും. അതേപോലെ നല്ലൊരു പ്രതിരോധ ശേഷി വളർത്താൻ ഇവരുടെ ഇടയ്ക്ക് കഴിയുകയും ചെയ്യും. തകർക്കാൻ കഴിയില്ല എന്ന രീതിയിലുള്ളൊരു പ്രതിരോധ ശേഷി ഉണ്ടാക്കിയെടുക്കാനും ചിങ്ങക്കൂറുകാർക്ക് കഴിയും. ഇനി മാതാപിതാക്കളുടെ അനുകൂല സ്ഥിതിയാണ് നമ്മൾ നോക്കുന്നത്. മാതാപിതാക്കളുമായിട്ട് ചെറിയ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യത ചിങ്ങക്കൂറുകാർക്കുണ്ട്. പ്രത്യേകിച്ച് ഈ വ്യാഴത്തിൻ്റെ ഡിസംബർ 5 വരെയുള്ള കാലഘട്ടത്തിൽ അവർക്ക് ആ സമയത്തൊരു ദൈവാധീനക്കുറവും ചിങ്ങക്കൂറുകാർക്കുണ്ടാകും. അതുകൊണ്ട് ഈ ഡിസംബർ 5 വരെയുള്ള കാലഘട്ടത്തിൽ മാതൃപിതൃ സ്ഥാനീയരൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ ഒരു ശ്രദ്ധ കൊടുക്കുന്നത് നല്ലതാണ്. അതേപോലെ നവംബർ 23 വരെയുള്ള കാലഘട്ടത്തിൽ നവംബർ 23 വരെയുള്ള കാലഘട്ടവും നവംബർ 17 മുതൽ 23 വരെയുള്ള കാലഘട്ടവും ഈ മാതാപിതാക്കളുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതൊരു മാസത്തെ ഫലമാണ്, സൂക്ഷ്മമായ ഫലം ഇടുന്നുണ്ട്. ഓരോ ദിവസത്തെയും ഫലങ്ങൾ കുറച്ചുകൂടെ സൂക്ഷ്മമായിരിക്കും. അപ്പോൾ അത് കേൾക്കുകയാണെങ്കിൽ ആ ദിവസം നിങ്ങൾക്ക് മാതാപിതാക്കളുമായി എങ്ങനെയായിരിക്കും എന്ന് കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാകും. അങ്ങനെ ദോഷങ്ങൾ വരുന്ന സമയത്ത് അവരോടൊക്കെ സംസാരിക്കുന്നതിൽ നിയന്ത്രണമൊക്കെ ഏർപ്പെടുത്തുന്നത് വളരെ നന്നായിരിക്കും. പൊതുവെ മാതാപിതാക്കളുമായിട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ്. ചെറിയ നേട്ടങ്ങളൊക്കെ അവരിൽ നിന്ന് ഉണ്ടാകുകയും ചെയ്യും. ഇത് ഒരു പൊതുവായ ഫലമാണ്, ആരുടെയും വ്യക്തിപരമായ ഫലമല്ല എന്നറിയുക. പക്ഷെ നിങ്ങളുടെ ഒരു മാസത്തെ കാര്യങ്ങൾ ചിട്ടപ്പെടുത്തുന്നതിന് ചില ദോഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നറിയുമ്പോൾ, അല്ലെങ്കിൽ ചില മേന്മകൾ ഉണ്ടാകാൻ കഴിയുമെന്നറിയുമ്പോൾ
നമ്മൾക്ക് വേണ്ട പ്രവർത്തനങ്ങളെ ഒരു മാസത്തേക്ക് ചിട്ടപ്പെടുത്തുവാനും മനസ്സിൽ ചില തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ആ മാസം അനുകൂലമാക്കുന്നതിനാവശ്യമായ ചില തീരുമാനങ്ങൾ, ചില നിശ്ചയങ്ങളൊക്കെ എടുക്കാനും ഈ നക്ഷത്രഫലം നിങ്ങളെ സഹായിക്കും. അതിനു വേണ്ടിയാണ് ഈ നക്ഷത്രഫലങ്ങൾ നമ്മുടെ പൂർവികർ നമുക്ക് നൽകിയിട്ടുള്ളത്, നമ്മുടെ ആചാര്യന്മാർ നമുക്ക് നൽകിയിട്ടുള്ളത്. അത് മനസ്സിലാക്കി അതിനെ സ്വീകരിച്ചാൽ വളരെ ഗുണം ചെയ്യുക തന്നെ ചെയ്യും. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ. അമ്മേ. നമസ്തേ. നമ്മൾ കന്നിക്കൂറുകാരുടെ വൃശ്ചിക മാസ ഫലം എങ്ങനെയുണ്ട് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗമാണ് കന്നിക്കൂർ എന്ന് പറയുന്നത്. ഈ കന്നിക്കൂറുകാരുടെ വൃശ്ചിക മാസത്തെ ഫലം 2025 നവംബർ 17 മുതൽ ഡിസംബർ 15 വരെയുള്ള സമയമാണ് കന്നിമാസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സമയം ഇവർക്ക് എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് നോക്കാം. ആദ്യമേ തന്നെ നമുക്ക് ഗ്രഹനില ഒന്ന് നോക്കാം. വൃശ്ചിക മാസം 1-ാം തീയതി ആദിത്യൻ, ചൊവ്വ, ബുധൻ എന്നിവർ വൃശ്ചികം രാശിയിലും, രാഹു കുംഭം രാശിയിലും, ശനി മീനം രാശിയിലും, വ്യാഴം കർക്കിടകം രാശിയിലും, കേതു ചിങ്ങം രാശിയിലും, ശുക്രൻ തുലാം രാശിയിലും സഞ്ചരിക്കുന്ന സമയമാണ്. 4 ഗ്രഹങ്ങൾക്ക് ഈ മാസം രാശിമാറ്റമുണ്ട്. ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ എന്നീ ഗ്രഹങ്ങൾക്കാണ് രാശിമാറ്റമുള്ളത്. ഇതിൽ തന്നെ ബുധൻ 2 പ്രാവശ്യം മാറുകയും ചെയ്യും. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഈ ഫലങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് കൂടാണ്ട് എല്ലാ ദിവസത്തെയും ഫലങ്ങൾ ഞാൻ ഇടുന്നുണ്ട്. അത് കുറച്ചുകൂടെ സൂക്ഷ്മമാണ്. ഇത് ഒരു മാസത്തെ ഫലം കണക്ക് കൂട്ടുന്നത് പോലെ അല്ലല്ലോ ഒരു ദിവസത്തെ ഫലം പറയുന്ന പോലെ അല്ലല്ലോ ഒരു മണിക്കൂർ നേരത്തെ. അപ്പോൾ അത് സൂക്ഷ്മമായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ആ ദിവസ ഫലവും കൂടെ നിങ്ങൾ കേൾക്കാനായിട്ട് ശ്രമിക്കുക. ഓരോ ദിവസത്തെയും ഗുണദോഷങ്ങളെ അറിഞ്ഞ് നമുക്ക് ആ ദിവസത്തെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് കഴിയും. ഈ നക്ഷത്ര ഫലങ്ങൾ കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വിചാരിച്ചാൽ, നമുക്ക് ചില പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ സുഖങ്ങളോ ഒക്കെ വരാനുണ്ട് എന്നുള്ള കാര്യം നേരത്തെ മനസ്സിലാക്കുകയാണ്. അപ്പോൾ നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും ഒരു അകൽച്ചയോ മറ്റോ കാര്യങ്ങളോ ഉണ്ടാകും എന്ന് നമുക്ക് മനസ്സിലായാൽ നമ്മളുടെ ബോധപൂർവമായ പ്രവർത്തനത്തിലൂടെ നമുക്ക് അത് ഒഴിവാക്കിയെടുക്കാൻ കഴിയും. ഒരാൾക്ക് നമ്മളായിട്ട് വഴക്കുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് മനസ്സിലായാൽ ആ ആൾ നമ്മളോട് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങോട്ട് ദേഷ്യപ്പെടാതെ ബോധപൂർവ്വം ഇരിക്കാൻ കഴിയും. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് ബോധപൂർവത്തോടെ ചെയ്ത് ഒരു പ്രതിസന്ധികളെ അല്ലെങ്കിൽ പ്രശ്നങ്ങളെ ഒഴിവാക്കി വിടുന്നതിന് വേണ്ടിയാണ് ഈ നക്ഷത്ര ഫലങ്ങൾ. അത് ആ അർത്ഥത്തിൽ ഇതിനെ നിങ്ങൾ സ്വീകരിക്കണം. ഇനി എൻ്റെ എല്ലാ വീഡിയോകളും തുടർച്ചയായി ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ ഇതിൽ എന്തെങ്കിലും ലൈക്ക്, കമൻറ്റ്, ഷെയറൊക്കെ എന്തെങ്കിലും ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വീഡിയോ തുടർച്ചയായി ലഭിക്കണമെന്നുള്ളതാണ്. വ്യക്തിപരമായ ഫലങ്ങൾ അറിയണം. ഇതെന്ന് പറഞ്ഞാൽ പൊതുഫലമാണ്. വ്യക്തിപരമായ ഫലങ്ങൾ അറിയണം എന്നുള്ളവർ ഇതിനകത്ത് കാണുന്ന എൻ്റെ വാട്സാപ്പ് നമ്പറാണ്. അതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യുക. അതിനൊരു ഫീസും ഉണ്ടായിരിക്കും. ഇനി നമുക്ക് വിശദമായ ഫലത്തിലേക്ക് വരാം. കന്നിക്കൂറുകാരുടെ തൊഴിൽ മേഖല എങ്ങനെയുണ്ട് എന്ന് നോക്കാം. പൊതുവെ വൃശ്ചിക മാസം കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ നവംബർ 17 ഡിസംബർ 4 വരെയുള്ള കാലഘട്ടം വളരെ നല്ലതാണ്. ദീർഘകാല പദ്ധതികൾക്കൊക്കെ രൂപം നൽകാൻ കഴിയും. അതിന് അനുയോജ്യമായ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയും. തൊഴിൽ മേഖലയിൽ ഒരു ചട്ടക്കൂടൊക്കെ ഉണ്ടാക്കാനും പുരോഗതിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുവാനും കഴിയും. പുതിയ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയും. ഒരു കരുത്തും ഒരു ചട്ടക്കൂടുമൊക്കെ ഉണ്ടാക്കി തൊഴിൽ മേഖലയെ മുന്നോട്ട് കുതിക്കാൻ വേണ്ട, പുരോഗതിക്ക് വേണ്ടതായ എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇതിന് കഴിയും. അതേപോലെ മിഥുനത്തിലേക്കുള്ള വ്യാഴം മാറുന്നുണ്ട് ഡിസംബർ 5-ാം തീയതി. അങ്ങനെ മിഥുനത്തിലേക്ക് മാറുന്ന സമയത്ത് ചില തടസ്സങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. ചില തൊഴിൽ മേഖലയിൽ ചില ആശയവിനിമയങ്ങളുടെ കുറവ്,
അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ടുള്ള ആശയവിനിമയം നടത്തുന്നതിനുള്ളൊരു തടസ്സങ്ങളൊക്കെ ചില പ്രശ്നങ്ങളായിട്ട് വരാം. എങ്കിലും അതൊന്ന് സജീവമാക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ പുതിയ അവസരങ്ങളും പുതിയ കരാർ സാധ്യതകളുമൊക്കെ തൊഴിൽ രംഗത്ത് ഉണ്ടാക്കിയെടുക്കാനും ഈ മാറ്റത്തിലും കഴിയും. ചൊവ്വ വൃശ്ചികത്തിലേക്ക് മാറുകയാണ്. ചൊവ്വ വൃശ്ചികത്തിൽ നിന്ന് ധനുവിലേക്ക് മാറും. അത് ഡിസംബർ 7-ാം തീയതിയാണ് മാറുന്നത്. അപ്പോൾ ചില പുതിയ ഉത്തരവാദിത്വങ്ങളൊക്കെ കൂടുന്നതിന് സാധ്യതയുണ്ട്. ചില ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനും അത് ശക്തമായ പ്രവർത്തനങ്ങൾക്കുള്ള ഊർജമായി ആ അംഗീകാരത്തെ കിട്ടുന്നതിനുമൊക്കെയുള്ള സാഹചര്യമുണ്ട്. ഈ ബുധൻ്റെ 2 രാശിമാറ്റങ്ങൾ ചില തടസ്സങ്ങൾ പല കാര്യങ്ങളിലുണ്ടാക്കും. ബുധൻ എന്ന് പറഞ്ഞാൽ വാക്കുകളുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന ഗ്രഹമാണ്. അതിൻ്റെ അങ്ങടും ഇങ്ങടുമുള്ള മാറ്റം ആശയപരമായ കാര്യങ്ങളിൽ ചില വ്യത്യാസങ്ങൾ, ചില ബുദ്ധിമുട്ടുകൾ, ആശയങ്ങളുമായി ചില തർക്കങ്ങളൊക്കെ ഉണ്ടാകാം. എങ്കിലും അതൊക്കെ ഒരു പരിധിവരെ പരിഹരിച്ച് പോയാൽ തൊഴിൽ മേഖലയിൽ നേട്ടമുണ്ടാക്കാൻ കഴിയും. അതേപോലെ ശനി മീനത്തിലാണ് നിൽക്കുന്നത്. ഈ കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കാര്യം 7-ാം ഭാവത്തിലാണ്. കണ്ടകശനിയൊക്കെ ആണെങ്കിലും ഒരു നീണ്ട കാലയളവിലേക്കുള്ള തൊഴിൽ മേഖലകളിലൊക്കെ അത് ഗുണം ചെയ്യും. അതേപോലെ ജോലി സംബന്ധമായ ഇടപാടുകളിലൊക്കെ ഒരു ശാന്തതയും സമാധാനവും വച്ച് പുലർത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ചില വൈകാരിക പ്രശ്നങ്ങൾ തൊഴിൽ രംഗത്ത് നേരിടേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ ഉടലെടുക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അതും വേണ്ട രീതിയിലൊന്ന് പരിഹരിച്ചു പോയാൽ ഈ മാസം തൊഴിൽ രംഗം നിങ്ങൾക്ക് വൃശ്ചിക മാസത്തിൽ പൊതുവെ അനുകൂലമാക്കുന്നതിന് തന്നെ കഴിയും. ഇനി നമുക്ക് ധനകാര്യ സംബന്ധമായ കാര്യങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തികമായ കാര്യങ്ങൾ എങ്ങനെ ഉണ്ടാകും എന്ന് നോക്കാം. വ്യാഴം മിഥുനത്തിലേക്ക് മാറുമ്പോൾ ചില സാമ്പത്തിക കാര്യങ്ങളിൽ ചില തടസ്സങ്ങളൊക്കെ വരുമെങ്കിലും ഈ ഡിസംബർ 5-ാം തീയതി വരെയുള്ള കാലഘട്ടത്തിന് സാമ്പത്തികമായ രംഗത്ത് ചില വളർച്ചകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ അതോടൊപ്പം ചെറിയ ചിലവുകളും വർദ്ധിക്കും ഈ വ്യാഴത്തിൻ്റെ മാറ്റം. അതേപോലെ ശുക്രൻ്റെ മാറ്റവും നവംബർ 26-ാം തീയതി ശുക്രൻ വൃശ്ചികത്തിലേക്ക് മാറുന്നുണ്ട്. ആ മാറ്റം ചിലവുകളെ വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് അനിയന്ത്രിതമായ ചിലവുകൾ വരാതിരിക്കാനായിട്ട് കുറച്ച് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അതേപോലെ ബുധൻ്റെ ഈ പരിവർത്തനം സാമ്പത്തിക ഇടപാടുകളിൽ ബുദ്ധിമുട്ട് വന്നാലും അത് ശ്രദ്ധയോടുകൂടെ മാറ്റങ്ങളൊന്ന് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. അതും ഉപയോഗിക്കാം. സാമ്പത്തിക കാര്യങ്ങളിൽ വാക്കുകളൊക്കെ കുറച്ച് നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ സാമ്പത്തിക രംഗത്ത് കുറച്ച് നേട്ടങ്ങൾ ഉണ്ടാക്കാനും കഴിയും. പൊതുവേ ഈ ഡിസംബർ 5 വരെയുള്ള കാലം കുറച്ചുകൂടെ മേന്മയുള്ളതാണ് സാമ്പത്തിക കാര്യങ്ങൾ. അത് കഴിഞ്ഞാൽ കുറച്ച് സാമ്പത്തിക അച്ചടക്കം പാലിക്കേണ്ടതായിട്ടുണ്ട്. അത് ഒന്ന് ശ്രദ്ധിച്ച് പോയാൽ, ചിലവുകളൊക്കെ നിയന്ത്രിച്ച് പോയാൽ വലിയ പ്രയാസങ്ങളില്ലാതെ സാമ്പത്തിക കാര്യങ്ങളിൽ മേന്മയുണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. ഇനി നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ എങ്ങനെ ഉണ്ടാകും എന്ന് നോക്കാം. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ വ്യാഴത്തിൻ്റെ ഡിസംബർ മിഥുനത്തിലേക്കുള്ള മാറ്റം വായു ഉദര സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകും. അതേപോലെ ഛർദിൽ പോലും അല്ലെങ്കിൽ പനി പോലുള്ള അസുഖങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. മാനസികമായ സമ്മർദ്ദങ്ങൾ കൂട്ടുന്ന ഒരവസ്ഥയുണ്ടാവും. മാനസികമായ ചില മനോഭാവങ്ങളിൽ പെട്ടെന്നുള്ളൊരു വ്യത്യാസം അനുഭവപ്പെടും. അതേപോലെ സന്ധിവേദനകൾ, മുറിവുകൾ ഒക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യത നമ്മുടെ ശനിയുടെ ഭാഗം കൊണ്ട് ഉണ്ടാകും. അതേപോലെ വാതരോഗങ്ങളിൽ വളരെ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു മാസം കൂടെയാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇത്. എങ്കിലും പൊതുവെ അവർക്ക് ആരോഗ്യകരമായ മേന്മകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഓരോ ദിവസത്തെയും ഫലങ്ങളിൽ കുറച്ചുകൂടെ സൂക്ഷ്മമായി ഈ ആരോഗ്യ കാര്യങ്ങളെ വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ട് ഓരോ ദിവസത്തെ ഫലം പോസ്റ്റ് ചെയ്യുന്നതും കൂടെ നിങ്ങൾ കേൾക്കാനായിട്ട് ശ്രമിക്കുക. ഇനി നമുക്ക് ദാമ്പത്യ കാര്യങ്ങൾ, പ്രണയം എങ്ങനെയുണ്ട് എന്ന് നോക്കാം. പ്രണയ കാര്യങ്ങളൊക്കെ
ശുക്രൻ്റെ വൃശ്ചികത്തിലേക്കുള്ള മാറൽ ബന്ധങ്ങളിൽ ചില ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട്. കുടുംബ ബന്ധങ്ങളിൽ ചില വിള്ളലുകൾ വീഴാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ അതിനാൽ അതിൻ്റെ വേണ്ട കരുതൽ നമ്മൾ ഈ മാസം കരുതിയെടുക്കണം. അതേപോലെ വ്യാഴത്തിൻ്റെ പ്രവേശനം ആശയവിനിമയങ്ങളിൽ, വ്യാഴത്തിൻ്റെ മാറ്റം ആശയവിനിമയങ്ങളിൽ ചില തടസ്സങ്ങൾ ഉണ്ടാക്കിയിട്ട് പ്രണയ കാര്യങ്ങളിൽ ചില അകൽച്ചകൾക്കും സാധ്യതയുണ്ട്. എങ്കിലും പൊതുവെ ദാമ്പത്യ കാര്യങ്ങൾ പൊതുവെ അനുകൂലമായ ഒരു മാസം തന്നെ ആയിരിക്കും കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. നല്ല രീതിയിലുള്ള ആശയവിനിമയം ദമ്പതികൾക്കിടയിലും അതേപോലെ പ്രണയ കാര്യങ്ങളിലും ഉണ്ടാകുന്നതിനുള്ളൊരു സാധ്യത കൂടെ ഈ സമയത്തുള്ളത് കൊണ്ട് കുറച്ച് മേന്മ ഇതിലുണ്ടാകും. പക്ഷെ കുറച്ച് കരുതലും ഈ കാര്യങ്ങളിൽ കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകാതിരിക്കാൻ വേണ്ടി ഈ മാസം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി വിദ്യാഭ്യാസ കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയുണ്ട് എന്ന് നോക്കാം. വ്യാഴം ഈ 11 സഞ്ചരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കുറച്ച് ഗുണകരമാണ്, മേന്മയാണ്, കുറച്ച് ഉന്മേഷവും ഉണർവുമൊക്കെ വിദ്യാകാര്യത്തിൽ ഉണ്ടാകുമെങ്കിലും വ്യാഴത്തിൻ്റെ മാറ്റം കാര്യം അത് ബുധക്ഷേത്രത്തിലേക്ക് ആയതുകൊണ്ട് ആശയവിനിമയങ്ങളൊക്കെ കുറച്ച് മെച്ചപ്പെടുത്തുന്നതിനും പഠന ശ്രദ്ധ കുറച്ച് പുരോഗമനം ഉണ്ടാകാനും ഒക്കെയുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. എന്നാൽ ഈ ബുധൻ്റെ അങ്ങോട്ടുള്ള മാറ്റം, ഈ 2 പ്രാവശ്യത്തെ മാറ്റം ചില അസന്തുലിതമായ അവസ്ഥകൾ പഠന മേഖലകളിൽ ഉണ്ടാക്കും. അല്പം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. മനസ്സ് ഇടയ്ക്കിടയ്ക്ക് പഠന കാര്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്നതിനുള്ള ഒരു സാധ്യതയും കൂടെ ഉണ്ട്. അത് ശ്രദ്ധിക്കുക. പാഠ്യേതര പദ്ധതികളെന്ന് പറയാൻ കഴിയില്ല. സുഹൃത്തുക്കളൊക്കെ ആയിട്ട് എന്തെങ്കിലും യാത്ര പോകുന്ന കാര്യങ്ങളിലൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നൊരവസ്ഥ വിദ്യാഭ്യാസ രംഗത്തുണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അങ്ങനെ വിദ്യയിൽ ചില തടസ്സങ്ങളോ പ്രയാസങ്ങളൊക്കെ വരാം. എങ്കിലും അതൊക്കെ ഒന്ന് തരണം ചെയ്യാൻ ശ്രമിക്കുന്നുവെങ്കിൽ പൊതുവെ വിദ്യാർത്ഥികൾക്കും ഈ മാസം ഗുണകരം തന്നെ ആണ്. ഇനി മക്കളും സഹോദര സ്ഥാനീയർ എങ്ങനെയുണ്ടെന്ന് നോക്കാം. വ്യാഴം ഇപ്പോൾ നിൽക്കുന്നത് കർക്കിടകത്തിൽ ഉച്ചൻ രാശിയിലാണ്. അത് ഡിസംബർ 5 വരെ ഉണ്ടാകും. ആ സമയം മക്കളുടെ കാര്യത്തിൽ കുറച്ച് മേന്മയൊക്കെ ഉണ്ടാകും. പക്ഷെ അവരുടെ പഠിത്ത കാര്യത്തിൽ രക്ഷിതാക്കൾ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കുക തന്നെ വേണം. അതേപോലെ ബുധൻ്റെ മാറ്റങ്ങൾ സഹോദരങ്ങളുമായുള്ള ബന്ധത്തെ ഒന്ന് ഊട്ടിയുറപ്പിക്കാൻ കഴിയുന്നതാണ്. ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ കഴിയുന്നതാണ്. പലവിധ സഹായ സഹകരണങ്ങൾ പരസ്പരം സഹോദര സ്ഥാനീയർക്കിടയിൽ ഉണ്ടാകുന്നതിനുള്ള ഒരു സാധ്യതയും ഈ സമയത്ത് ഉണ്ട്. പക്ഷേ ഈ ബുധൻ്റെ മാറ്റം ആശയവിനിമയങ്ങളിൽ വാക്കുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ വരുത്താമെന്നുള്ളത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. വാക്കുകൾ വളരെ കൃത്യമായി ഈ കന്നിക്കൂറുകാർ ഉപയോഗിക്കുക. അപ്പോൾ കുറച്ചൊക്കെ മാറ്റങ്ങൾ വരികയും ചെയ്യും. ഇനി നമ്മൾ ശത്രുദോഷ സാധ്യതയാണ് നോക്കുന്നത്. ഈ മാസം ശത്രുദോഷം എങ്ങനെയൊക്കെ സംഭവിക്കാം എന്നതാണ്. ചൊവ്വയിലെ ധനുവിലേക്കുള്ള പ്രവേശനം ശത്രുദോഷങ്ങളെ കാര്യമായി നേരിടാനുള്ള ശക്തിയും പ്രതിരോധവുമൊക്കെ നമുക്ക് മാനസികമായി നേടിത്തരും. ഒരു ധൈര്യവും വീര്യവുമൊക്കെ കാര്യങ്ങളെ അഭിമുഖീകരിക്കുന്നതിൽ കന്നിക്കൂറുകാർക്ക് ഉണ്ടാകുകയും ചെയ്യും. എന്നാൽ പെട്ടെന്നുള്ള ചില പ്രതികരണങ്ങൾ മറ്റുള്ളവരുടെ ശത്രുത ഉണ്ടാക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ആശയവിനിമയത്തിലെ തടസ്സങ്ങൾ അഥവാ കാര്യങ്ങൾ വേണ്ട രീതിയിൽ അവതരിപ്പിക്കാൻ കഴിയാത്തതും കൊണ്ട് ശത്രുക്കൾ ചില നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ വേണ്ട രീതിയിൽ പറയാനും ശ്രദ്ധയോടെ പറയാനും പറയേണ്ടത് മാത്രം പറയുവാനുമായിട്ട് ശ്രദ്ധിക്കാനായിട്ട് കന്നിക്കൂറുകാർ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ അതുമൂലം ശത്രുക്കൾ ഉണ്ടാവും. അത് അവർ നേട്ടമുണ്ടാക്കുകയും കഴിയും. അതുകൊണ്ട് ആ കാര്യത്തിൽ ജാഗ്രത ഉണ്ടാകണം. രാഹു കേതുകളുടെ സ്ഥിതി ചില അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നത് തന്നെയാണ്. എങ്കിലും പൊതുവെ ശത്രുദോഷങ്ങളിൽ നിന്നെല്ലാം മുക്തമായി കാര്യങ്ങൾ ഭംഗിയായി കൊണ്ടുപോകുന്നതിനായിട്ട് കഴിയും. ഇനി മാതാപിതാക്കളുടെ അനുകൂല പ്രതികൂല സ്ഥിതി. ഈ മാതാപിതാക്കളുമായിട്ട് നല്ല ഒരു ആശയവിനിമയവും സന്തോഷകരമായ അവസ്ഥയുമൊക്കെ ഉണ്ടാകും.
അവരിൽ നിന്ന് പല സഹായങ്ങളും അനുകൂലമായ സ്ഥിതിയും ഉണ്ടാകും. എന്നാൽ ശനിയുടെ സ്ഥാനം അത്ര അനുകൂലമാണ് മാതൃപിതൃസ്ഥാനീയരുടെ കാര്യങ്ങളിൽ നിന്ന് പറയാൻ കഴിയില്ല. എങ്കിൽ പോലും പൊതുവെ മാതാപിതാക്കളിൽ നിന്ന് സഹായ സഹകരണങ്ങൾ, അവരിൽ നിന്ന് ചില നേട്ടങ്ങൾ ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം തന്നെയായിരിക്കും കന്യക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. പൊതുവെ കന്യക്കൂറുകാർക്ക് അത്ര വലിയ ദോഷം എന്നൊന്നും പറയാനുള്ള ഒരു സമയമല്ല. വ്യാഴത്തിൻ്റെ മാറ്റം ഡിസംബർ 5 ശേഷം ചില പ്രയാസങ്ങൾ, ചില തടസ്സങ്ങളൊക്കെ പല കാര്യങ്ങളിലും ഉണ്ടാകുമെങ്കിലും പൊതുവെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത് മേന്മയുള്ള മാസം തന്നെയാണ്. കുറച്ച് കരുതലൊക്കെ എടുത്താൽ, കുറച്ച് ശ്രദ്ധയൊക്കെ കൂടുതൽ കൊടുത്താൽ സുഖകരമായി ജീവിതത്തെ ഈ മാസം ചിട്ടപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും. ഇത് ഒരു പൊതുഫലമാണ്. ഇത് കേട്ടാൽ ഒരു മാസക്കാലത്തേക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എങ്ങനെ പരിവർത്തനം വരുത്താം. ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾക്കേ മാറ്റം വരുത്താൻ കഴിയൂ. നമ്മൾ വിചാരിച്ചാൽ മറ്റൊരാളെ മാറ്റം വരുത്താൻ കഴിയില്ല. അപ്പോൾ മറ്റുള്ളവർ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ എങ്ങനെ പെരുമാറുന്നു, നമ്മളിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം, നമ്മളുടെ പ്രവൃത്തികളിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ അനുകൂലമായും പ്രതികൂലമായും ഉണ്ടാക്കണം എന്ന കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനമെടുത്ത് വയ്ക്കാനും അതനുസരിച്ച് പെരുമാറുവാനുമൊക്കെ ഈ നക്ഷത്രഫലം നിങ്ങളെ സഹായിക്കും. അത് വേണ്ട രീതിയിൽ ഉപയോഗിച്ച് ഈ മാസത്തെ ശുഭകരമാക്കി തീർക്കുക. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ. അമ്മേ ഭഗവതി.